അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രേക്ഷകർക്ക് ഹൃദയസ്പർശിയായ, അനുഗ്രഹീതമായ, ഹൃദയത്തെ തൊട്ട് സംസാരിക്കുന്ന ഒത്തിരി സംഭവങ്ങളുടെ ഓർമ്മകൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്ന ഒരു സാക്ഷ്യമാണ് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോണി ജോസഫ്. അദ്ദേഹം ഒരു കോടീശ്വരനായിരുന്നു. തലപ്പത്ത് നിന്നും അദ്ദേഹത്തെ കർത്താവ് തൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കിയെടുത്ത, വിളിച്ചു വേർതിരിച്ച, തന്നെ കൊണ്ടുവന്ന അസാധാരണമായ അനുഭവങ്ങളുടെ ഓർമ്മകൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തിന്റെ തുറന്ന മനസ്സോടെയുള്ളതായ ഈ സാക്ഷ്യം പ്രേക്ഷകർക്ക് വേറൊരു അനുഭവമായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. തുടർന്ന് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോണി ജോസഫിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളും. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അരോമ ടി വിക്കും അതിന് നേതൃത്വം നൽകുന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ ഗുജറാത്തിനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അപ്പോൾ തന്നെ എന്നെ ശ്രവിക്കുന്ന ശ്രോതാക്കൾക്കും എൻ്റെ പ്രിയ സഹോദരങ്ങൾ ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോണി ജോസഫ്. ഞാൻ ജനിച്ചു വളർന്നപ്പെട്ടത് കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി എന്ന പഞ്ചായത്തിലാണ്. എനിക്കിപ്പോൾ 52 വയസ്സുണ്ട്. ഞങ്ങൾ ഒരു യാക്കോബ കുടിയേറ്റ കർഷക കുടുംബത്തിലാണ്, യാക്കോബ വിശ്വാസത്തിലാണ് ആയിരുന്നു ഞാൻ ജനിച്ച് വളർന്നത്. എനിക്ക് 2 മക്കളുണ്ട്. എൻ്റെ ഭാര്യ തിരുവല്ലയിൽ നിന്നുള്ള ബെൻസി എന്ന് പറയുന്ന വ്യക്തിയാണ് എൻ്റെ ഭാര്യ. എൻ്റെ 2 മക്കൾ ആരൺ, അക്സ. ആരൺ ഇപ്പോൾ MSc സൈക്കോളജി കഴിഞ്ഞ് സ്കോട്ട്ലൻഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിത്തം കഴിഞ്ഞ് ഒരു ചെറിയ ജോലിക്ക് കയറിയിട്ടുണ്ട്. 2ാമത്തെ ആള് അക്സ ഇപ്പോൾ LLBക്ക് ഹൈദരാബാദിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾ ആയിരിക്കുന്നു. ഇപ്പോൾ കോഴിക്കോട് പട്ടണത്തിൽ NGO ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്വന്തമായ ഒരു വീട് വെച്ച് അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ, എൻ്റെ മാതാവും പിതാവും കുടിയേറ്റ കർഷകരാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. കോടഞ്ചേരിയിൽ വന്ന് അവർ താമസിച്ച് ആ കുടുംബത്തിൽ 5 ആൺമക്കളാണ് എൻ്റെ മാതാവിനും പിതാവിനും ലഭിച്ചത്. 5 ആൺമക്കളിൽ 4ാമത്തെ വ്യക്തിയാണ് ഞാൻ. 1ാമത്തെ ജ്യേഷ്ഠൻ യാക്കോബ സമൂഹത്തിലെ സഭയിലെ ഒരു പുരോഹിതനാണ്. ഇപ്പോൾ റിട്ടയർഡായി ഭവനത്തിൽ ആയിരിക്കുന്നു. 2ാമത്തെ ആള് വിദേശത്തായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഭവനത്തില് വിശ്രമത്തിലായിരിക്കുന്നു, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നു. 3ാമത്തെ വ്യക്തി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കുടുംബമായി അവര് ആയിരിക്കുന്നു. ജോലിയുള്ള ബന്ധത്തിൽ ഫർണിച്ചറിന്റെ പണികളാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിനോട് ബന്ധത്തിൽ കോടഞ്ചേരിയിലാണ് അവര് താമസിക്കുന്നത്. ഇളയ സഹോദരൻ ഇപ്പോഴും വിദേശത്താണ്, ജോലിയിലായിരിക്കുന്നു. ഞാനാണ് എൻ്റെ കുടുംബത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ആദ്യമായി ഇറങ്ങിയ വ്യക്തി. അതിനുശേഷമാണ് എൻ്റെ ജ്യേഷ്ഠൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. ബാക്കി എല്ലാവരും എല്ലാവരും തന്നെ യാക്കോബ സമൂഹത്തിലെ സഭയോട് ചേർന്ന് വിശ്വാസ ജീവിതം അവർ നയിക്കുന്നു. എൻ്റെ സഹോദരങ്ങള് എല്ലാം ആ ഗ്രാമത്തിൽ തന്നെയാണ് താമസിക്കുന്നെങ്കിൽ ഞാൻ കുറച്ചു വിട്ട് കോഴിക്കോട്ട് ടൗണിൽ, എൻ്റെ ചെറുപ്പത്തിലൊരു സ്വപ്നമായിരുന്നു ടൗണിൽ ഒരു വീട് വേണം, ആ വീടിന്റെ മുറ്റത്ത് ഒരു വണ്ടി വേണം, ആ വണ്ടി എനിക്ക് കഴുകണം. ഇതെന്റെ ചെറുപ്പകാല ഒരു സ്വപ്നമായിരുന്നു. എന്നാൽ ഇതൊന്നും ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞങ്ങൾക്ക് അത് സ്വപ്നമായിട്ട് തന്നെ നിലനിൽക്കുമെന്ന് വിചാരിച്ചിരുന്നു. എങ്കിലും ഇന്ന് ഓരോ ദിവസവും വണ്ടി കഴുകുമ്പോഴും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ 4-5 വയസ്സുള്ളപ്പോൾ ഉള്ള സ്വപ്നത്തെ
ഞാൻ ഇന്നും ഓർക്കുന്നത് ഒരു സന്തോഷം നൽകുന്ന അവസരമാണ്. ഞാൻ എൻ്റെ ബാല്യകാലം എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചു വളർന്നത് കോടഞ്ചേരിയിലാണ്. അവിടെ നിന്നും എൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് ആണ് എൻ്റെ വീട്. 4 വരെ അവിടെ പഠിച്ചു. അതിനുശേഷം ഹൈസ്കൂൾ പഠനത്തിന് വേണ്ടി പുല്ലൂരാമ്പാറ എന്ന് പറഞ്ഞ സെന്റ് ജോസഫ് സെക്കൻഡറി സ്കൂളിലാണ്, അവിടെയാണ് ഹൈസ്കൂൾ പഠനം പൂർത്തിയായത്. ഹൈസ്കൂൾ പഠനം പൂർത്തിയായി അതിനുശേഷം പ്രീ ഡിഗ്രിക്ക് പോയി. പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. എൻ്റെ അതിനുശേഷം കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് കയറി. അങ്ങനെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സിന് വേണ്ടി കണ്ണൂർ ചേർന്ന് പഠിച്ച് ആ പഠനം പൂർത്തിയാക്കി. അതിനുശേഷം ഞാൻ കോഴിക്കോട് 2 വർഷം 1.5 വർഷം ജോലി ചെയ്തു. 1.5 വർഷം ജോലി ചെയ്തതിന് ശേഷം ബോംബെക്ക് കടന്നുപോയി. 2 വർഷത്തോളം ബോംബെയിൽ ഞാൻ ജോലി ചെയ്തു. അതിനുശേഷം 1996 മുതൽ 2014 വരെ UAE ജോലിയുള്ള ബന്ധത്തിലായിരുന്നു. അവിടെ വച്ചാണ് ഞാൻ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാനിടയായി തീർന്നത്. ജോലി ഇവിടെ തുടങ്ങി, ബോംബെയിൽ വന്നു, ഗൾഫിൽ വന്നു. ഇതൊക്കെയും ഒരു ആരുടെയും പ്രത്യേകമായ സഹായമില്ലാതെ തന്നെ എങ്ങനെയോ ദൈവത്തിന്റെ കൃപയാൽ കയറി വന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച എനിക്ക് അങ്ങനെ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. എങ്കിലും ദൈവത്തിന്റെ ഒരു മുൻനിർണയം ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. നമ്മുടെ തീരുമാനവും നമ്മുടെ ഉറപ്പും അത് ഏതൊരു വ്യക്തിയെയും ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ തക്കോണം ഇടയായി തീരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ജോലിയുള്ള ബന്ധത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ 1994 മുതൽ 2014 വരെ വർക്ക് ചെയ്തതിൽ 1994 ഞാൻ ഒരു മാസത്തെ ശമ്പളം 400 രൂപയ്ക്കാണ് ഇവിടെ കോഴിക്കോട് എൻ്റെ ജോലി തുടങ്ങിയത്. ഞാൻ അത് 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കത് 500 രൂപയായി. പക്ഷേ ബോംബെ ചെന്ന് ഞാൻ ജോലി ചെയ്തത് തുടങ്ങിയതും 400 രൂപയ്ക്കാണ്. 400 രൂപയ്ക്ക് ഞാൻ പക്ഷെ 2 മാസമേ ജോലി ചെയ്തുള്ളൂ. അതിനുശേഷം അവിടെ നിന്ന് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ശമ്പളത്തിലേക്ക് ഉയർച്ച ഉണ്ടായി. പിന്നെ വിദേശത്ത് ചെന്നു. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് എൻ്റെ ജോലി ഞാൻ ഉപേക്ഷിക്കുമ്പോൾ എനിക്ക് 10 ലക്ഷം രൂപ ഒരു മാസം ശമ്പളം മേടിക്കുന്ന വ്യക്തിയായി മാറുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. കർത്താവിന്റെ വലിയ കൃപ എന്ന് മാത്രമേ ഞാൻ അതിൽ പറയുന്നുള്ളൂ. ദൈവത്തിന്റെ വിശ്വസ്തതയും ദൈവത്തിന്റെ സ്നേഹവും എന്നെ അതിലേക്ക് എത്തിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. ചുരുക്കമായി പറയുമ്പോൾ എൻ്റെ വിദേശ കാലഘട്ടം എന്ന് പറയുന്നത് 18 വർഷത്തോളം ഞാൻ അവിടെ ആയിരുന്നു. അത് എനിക്ക് അനുഗ്രഹമായി. അവിടെ നിന്നാണ് അവിടെ നിന്നപ്പോഴാണ് യേശു കർത്താവിനെ സ്വീകരിച്ചതും അവിടെ നിന്നപ്പോഴാണ് ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് കടന്നതും. അവിടെ വെച്ച് തന്നെയാണ് ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചതും. എന്നാൽ പൂർണ്ണസമയ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാനിടയായി തീർന്നത് കോഴിക്കോട് വന്നതിന് ശേഷമാണ്. ഞാൻ എൻ്റെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു സാഹചര്യം, ഞാൻ ചെറുപ്പം മുതലേ അൽമായ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ പള്ളിയുടെ കാര്യങ്ങളിലൊക്കെ ഒത്തിരി തീവ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് ഇടയായി തീർന്നു. പലരും എന്നോട് കേരളത്തിൽ വെച്ചും ബോംബെയിൽ വെച്ചും ഒക്കെ സുവിശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരോടൊക്കെ ഞാൻ നല്ല നിലയിൽ തർക്കിക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നു. ഞാൻ വഴക്കു പറയുമായിരുന്നു, ചിലപ്പം തെറി പറയുമായിരുന്നു. എന്നാൽ ആരെയും ഉപദ്രവിക്കാൻ ഒന്നും നിന്നിട്ടില്ല. ബോംബെയിൽ വെച്ചൊക്കെ പല സുവിശേഷകന്മാർ കാണുമ്പോഴും കർത്താവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷത്തെക്കുറിച്ച് എന്നോട് പറയുകയും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും അതിലൊന്നും ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് എനിക്കറിയാത്ത ദേശത്തേക്കാണ് ഞാൻ കടന്നു പോകുന്നത്. എങ്കിലും ആ ഫ്ലൈറ്റിൽ നിന്നും അവസാനം ഇറങ്ങിയ വ്യക്തിയാണ് ഞാൻ. കാരണം ഫ്ലൈറ്റിൽ തന്ന മദ്യം കഴിച്ച് അതിനകത്ത് ഇരുന്ന് ഉറങ്ങിപ്പോയി. എന്നിട്ട് അവരാണ് വിളിച്ചെന്നെ ഇറക്കിയത്. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എന്നാൽ
അത്യാവശ്യം കുസൃതി തരങ്ങളൊക്കെ, പാപങ്ങളും യേശുവില്ലാത്ത ജീവിതവും ദൈവത്തെ നോക്കാത്ത സാഹചര്യങ്ങളും, സ്വന്തം പൈസ ഉണ്ടാക്കണം, നല്ല നിലയിൽ ജീവിക്കണം എന്നുള്ള ഒരു താല്പര്യം മാത്രം മുമ്പിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഞങ്ങൾ 5 ആണുങ്ങളായതുകൊണ്ട്, ഞങ്ങൾ വളർന്നപ്പോഴും എൻ്റെ പിതാവ് ചെറുപ്പത്തിൽ മരിച്ചു പോയതുകൊണ്ട് എൻ്റെ അമ്മയാണ് ഞങ്ങളെ നോക്കിയത്. അതുകൊണ്ടൊന്നും ശരിയായ ഒരു പരിപാലനം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നിട്ടില്ല. എങ്കിലും എൻ്റെ മാതാവിനാൽ കഴിയുന്നത്ര വിധത്തിൽ കൂലിപ്പണി എടുത്തും ഒക്കെ ഞങ്ങളെ വളർത്തി വലുതാക്കുവാൻ ഇടയായി തീർന്നു. ആ മാതാവ് തന്ന 2000 രൂപ കൊണ്ടാണ് 1994 ഞാൻ ബോംബെയിലേക്ക് പോകുവാനിടയായി തീർന്നത്. ബോംബെയിൽ ചെന്നു വളരെ കഷ്ടപ്പെട്ട ജീവിതം അവിടെ നയിക്കുവാനിടയായി തീർന്നു. ആരംഭഘട്ടങ്ങളിൽ ഒരു 6 മാസത്തിന് ശേഷം എനിക്ക് നല്ല ഉന്നതി ലഭിക്കുവാനിടയായി. നല്ല ശമ്പളം എനിക്ക് ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് ഒന്നും കൊടുക്കണ്ടാത്ത അവസ്ഥയായതുകൊണ്ട് അതെല്ലാം അവിടെ തന്നെ ചെലവഴിച്ച് കൂട്ടുകാരോടുകൂടി ചെലവഴിപ്പാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു ഞാനായിരുന്നത്. എന്നാൽ വിദേശത്ത് ദുബായിലേക്ക് ചെന്നപ്പോഴത്തേക്കും എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വന്നു. ഞാൻ താമസിച്ചിരുന്നത് ഒരു ലേബർ ക്യാമ്പിലായിരുന്നു. സ്വന്തമായിട്ടൊരു മുറിയൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നെങ്കിലും ലേബർ ക്യാമ്പിന്റെ ആ സാഹചര്യം ഗൾഫിലുള്ളവർക്ക് കൃത്യമായിട്ട് അറിയുവാനിടയായി തീരും. എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ പുറത്തു പോകാൻ പറ്റത്തുള്ളൂ, ബാക്കി എല്ലാ ദിവസവും ക്യാമ്പിൽ തന്നെയായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ ഒരു മറാഠി വ്യക്തി, അദ്ദേഹം എൻ്റെ തന്നെ ജോലിയായിരുന്നു ചെയ്തുകൊണ്ട്, ഞാൻ ഡ്രാഫ്റ്റ്മാൻ എന്ന എന്ന പോസ്റ്റിലാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതേ ജോലി ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്റ്റഫർ എൻ്റെ റൂം മേറ്റ് ആയിരുന്നു. ഞങ്ങള് ഒരു റൂം 2ആക്കി വിഭജിച്ച് അതിൽ ഒരു മുറിയിൽ അദ്ദേഹവും ഒരു മുറിയിൽ ഞാനുമായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് മലയാളം അറിയില്ല, എനിക്ക് ഹിന്ദിയും ഇംഗ്ലീഷും അറിയില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇദ്ദേഹത്തിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും ഭാഷ പഠിക്കാൻ കഴിയും എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ റൂമിൽ ചെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, നീ ഒരു ക്രിസ്ത്യാനിയല്ലേ? ഞാൻ പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. നീ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു? ഞാൻ പറഞ്ഞു, ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ല, അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഞാൻ വിചാരിച്ചിരുന്നത് ക്രിസ്റ്റഫർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു കത്തോലിക്കനായിരിക്കും എന്നുള്ള ധാരണയിലാണ് ഞാൻ സംസാരം മുഴുവൻ തുടങ്ങിയത്. എന്നാൽ അദ്ദേഹം ഒരു മാന്യമായ ഒരു ജീവിതം ഉടമയായിരുന്നു, സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു ആ സാഹചര്യങ്ങളിൽ. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്ക് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണ്ടേ? സ്വർഗത്തിൽ പോകണ്ടേ? ഞാൻ പറഞ്ഞു, എനിക്ക് സ്വർഗത്തിലും പോകണം, യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എന്നോട് ചോദിച്ചു, ഇന്ന് നീ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമോ? ഞാൻ പറഞ്ഞു, എപ്പം വേണേലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാന്ന് പറഞ്ഞു. ഒരു ആക്സിഡന്റ് എന്ന പോലെ അദ്ദേഹം എന്നോട് പറഞ്ഞു മുട്ടുകുത്താൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ ആ പോർട്ടബിൾ ക്യാബിന്റെ അകത്ത് ഞാനും അദ്ദേഹവും മാത്രം ഇരിക്കുമ്പോൾ ഞാൻ മുട്ടുകുത്തി. അദ്ദേഹം എനിക്ക് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന പ്രാർത്ഥനാ വാചകം ചൊല്ലിത്തന്നു. ഞാനത് ഏറ്റുപറഞ്ഞു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഞാൻ വലിയ സന്തോഷവാനായി നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിക്കാൻ പറഞ്ഞ് തലയിൽ കൈവച്ച് അദ്ദേഹം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അയ്യോ, ഞാൻ കുടുങ്ങിപ്പോയല്ലോ, പെന്തക്കോസ്തുകാരുടെ കയ്യിൽ ഞാൻ പട്ടുപോയല്ലോ. ഇദ്ദേഹം അന്യഭാഷയാണല്ലോ ഇത് പറയുന്നത്. ഞാൻ ഈ തർക്കിച്ചതും ഞാൻ മസിൽ പിടിച്ചതും ഞാൻ പള്ളിയിലെ ശുശ്രൂഷ ചെയ്തതും സൺഡേ സ്കൂൾ പഠിപ്പിച്ചതും ഒക്കെ വൃഥാവായല്ലോ. ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുക? ഞാൻ ആകെ ഒരു പ്രശ്നത്തിലായിരുന്നു. പെട്ടെന്ന് തന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. ഞാൻ ആകെ അസ്വസ്ഥനായിരുന്നു. രാത്രിയിൽ എനിക്ക് ഉറക്കം വന്നില്ല. ആകെ എന്നെ ഇത് അലട്ടിക്കൊണ്ടിരുന്നു. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. അറിവോട് കൂടെയാണെങ്കിലും യേശുവിനെ അല്ലേ രക്ഷകനായി സ്വീകരിച്ചത്, ഇനി ആ യേശുവിനെ സ്വന്തം രക്ഷകനായി തന്നെ സ്വീകരിച്ചുകൊണ്ട്
കർത്താവിനെ രക്ഷകർത്താവായി സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനം ഞാൻ എടുക്കുവാൻ എനിക്കൊരു സാഹചര്യം, ഒരു മാനസിക നില എനിക്ക് വന്നു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്കൊരു ബൈബിൾ തരണം. 30 ദിറംസ് കൊടുത്ത് അന്ന് ഞാൻ ആ ബൈബിൾ അദ്ദേഹം എനിക്ക് തന്നു. ഞാനൊരു ഇംഗ്ലീഷ് ബൈബിള് എനിക്ക് അദ്ദേഹം മേടിച്ചു തന്നു. മലയാളം ബൈബിൾ അന്ന് അവിടെ ലഭ്യമല്ല. അത് വായിക്കാൻ തുടങ്ങി. ഇദ്ദേഹം ബൈബിൾ ക്ലാസ് ദിവസവും എനിക്ക് തരും. സ്നാനത്തെക്കുറിച്ച് ഒന്നും എന്നെ പഠിപ്പിച്ചില്ല. ദൈവത്തിന്റെ വചനങ്ങളെക്കുറിച്ചും അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും വ്യക്തികളുടെ കുറിച്ചും ജീവിതങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ആ ദിവസങ്ങളിൽ തന്നെ സുവിശേഷം പറയാൻ ലേബർ ക്യാമ്പുകളിൽ പോകും. എനിക്ക് അറിയാവുന്ന വിധത്തിലൊക്കെ ഞാൻ അവരോട് സുവിശേഷം പറയും. സ്നാനത്തെക്കുറിച്ച് മാത്രം ഞാൻ പറയാതെ ഇരുന്നു. കാരണം എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ മാമോദിസ ഏറ്റതാണ്. ഇനി എനിക്കത് ആവശ്യം ഇല്ല എന്നൊരു ഉറപ്പ് ഉള്ളത് കൊണ്ട് ഞാൻ അതിനെ കാര്യമാക്കി എടുത്തില്ല. ക്രിസ്റ്റഫർ എന്നോട് നിർബന്ധിക്കുകയും ചെയ്തില്ല. അദ്ദേഹത്തിന്റെ കൂടെ ഒരു ആഫ്രിക്കൻ പാസ്റ്ററിന്റെ ചർച്ചിൽ എല്ലാ വ്യാഴാഴ്ചയും പോകും. പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരും. അതൊരു നിത്യേന സംഭവമായി നടക്കുവാൻ തുടങ്ങി. ഏകദേശം 1 വർഷത്തോളം അങ്ങനെ പോകുകയും നല്ല ആത്മീയമായിട്ട് എനിക്കൊരു നല്ലൊരു കാഴ്ചപ്പാടുണ്ടാകുകയും, എൻ്റെ കൂട്ടുകാർ പലരും മദ്യം കഴിക്കുന്നവരായിരുന്നു. വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് ഈ മദ്യം കഴിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഞാൻ ഇരിക്കുമെങ്കിലും പക്ഷെ മദ്യം കഴിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കൂടെ തമാശ പറയുമെങ്കിലും അസഭ്യ വാക്കുകൾ പറയുകയോ ഒന്നും ചെയ്യാതെ ഒരു മാതൃകയുള്ള വ്യക്തിയെ പോലെ ഞാൻ യേശുവിനെ സ്വീകരിച്ച ആ സ്വഭാവത്തോടുകൂടി വളരുവാൻ ദൈവം എനിക്ക് അവസരങ്ങളെ തന്നു. എൻ്റെ അവിടെ ആ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ഒരു പവർ ഹൗസിന്റെ വർക്കായിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. ആ ജോലിയിൽ ബെൽജിയം കമ്പനിയായിരുന്നു. ആ കമ്പനിയിൽ ആ സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു സൈറ്റിലേക്ക് മാറി ദുബായിലുള്ള ഒരു വലിയ ടവറിന്റെ 320ഓളം മീറ്റർ ഹൈറ്റുള്ള ടവറിന്റെ കൺസ്ട്രക്ഷനിലേക്ക് ഞാൻ മാറി. ഞാൻ ഡിസൈൻ എഞ്ചിനീയറായി ഞാൻ അവിടെ ജോലി ചെയ്യുവാൻ തക്കോണം ഇടയായത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു തീരുമാനമെടുത്തത്. ദൈവമേ, എനിക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും തീരുമാനമെടുക്കുവാനും ആ തീരുമാനം പാലിക്കുവാനൊക്കെയും ദൈവം എന്നെ സഹായിച്ചു. ഞാൻ എൻ്റെ ശമ്പളം കിട്ടിയപ്പോൾ 1 മാസത്തെ ശമ്പളം മുഴുവനും യാക്കോബ പള്ളിയിലേക്ക് ഞാൻ അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അവിടെ കാർപ്പറ്റ് മേടിച്ച് ഇടണം. കാരണം എല്ലാവരും അവിടെ നിന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ചിന്താഗതി എനിക്ക് വന്നു. പക്ഷെ അവര് അത് കാർപ്പറ്റ് മേടിച്ചില്ല, മതിൽ പണിതു. അതോടുകൂടി ഇനി ഞാൻ തരില്ല എന്ന് അവരോട് പറയുവാനിടയായിരുന്നു. അന്ന് തന്നെ എനിക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു, നാം ചെലവിടുന്ന പണം, ചെലവാക്കുന്ന സമയങ്ങൾ, ഇതിനൊക്കെയും ഞാൻ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കണം. ദൈവം എനിക്ക് തന്നത്. ഞാൻ അന്നു മുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ കുടുംബത്തിലെ സഹായിക്കാൻ എന്നെ സഹായിക്കണം. എനിക്ക് 26 വയസ്സാവുമ്പം എനിക്ക് വിവാഹം കഴിക്കണം. നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് എനിക്ക് കടക്കുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവസന്നിധി തീരുമാനമെടുത്തുകൊണ്ടിരുന്നു. ഞാനൊരു തീരുമാനമെടുത്തു. എനിക്ക് ഒരു ജോലി, നല്ലൊരു ജോലി എനിക്ക് ലഭിക്കുവാണെങ്കിൽ, അന്ന് എനിക്ക് ചെറിയ ശമ്പളമായിരുന്നെങ്കിലും അതിൻ്റെ നല്ലൊരു ശമ്പളത്തിന് എനിക്ക് ജോലിക്ക് കയറണമെങ്കിൽ മാത്രമേ ഒരു കുടുംബജീവിതം നയിക്കുവാനുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് ആവശ്യമായ നല്ലൊരു ശമ്പളത്തിന് എനിക്ക് ജോലിയിൽ ഞാൻ കയറുകയാണെങ്കിൽ, 2 വർഷത്തിനുള്ളിൽ കയറുകയാണെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടോളാം എന്നൊരു തീരുമാനം അന്ന് ഞാൻ തന്നെ എടുത്തു. എൻ്റെ ഒരു വ്യക്തിപരമായ ഇന്നത്തെ നിലവാരത്തിൽ വെച്ച് നോക്കുമ്പോൾ വളരെ ഒരിക്കലും ചെയ്യരുതാത്ത ഒരു തീരുമാനമായിരുന്നു. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ അത് ചെയ്തു. ദേവദാസനെ, എന്നെ കേൾക്കുന്നവരെ ഞാൻ പറയട്ടെ, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. 23 മാസമായപ്പോൾ എൻ്റെ ജോലി ഞാൻ റിസൈൻ ചെയ്തു. മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ നാട്ടിൽ വന്നു. ആദ്യമായിട്ട് നാട്ടിൽ കടന്നു വരികയാണ്. നാട്ടിൽ വന്നു, പുതിയ ജോലിക്ക് വേണ്ടി അവിടെ തിരിച്ച് ദുബായിൽ എത്തി ജോലിക്ക് പ്രവേശിച്ചു. ജോലിക്ക് പ്രവേശിച്ച് 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പാസ്റ്ററിനോട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ
അദ്ദേഹം എന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ജലത്തിൽ സ്നാനപ്പെടുത്തുവാനിടയായിട്ടുണ്ട്. എന്നെ സ്നാനപ്പെടുത്തിയ ഒരു നൈജീരിയൻ പാസ്റ്റർ ചാൾസ് എന്ന് പറഞ്ഞ പാസ്റ്ററാണ്. ഞാനും എൻ്റെ സുഹൃത്തായ അല്ലെങ്കിൽ ഈ ക്രിസ്റ്റഫർ മാത്രമേ സ്നാന സമയത്തുണ്ടായിരുന്നുള്ളൂ. രാത്രി 11 മണിക്ക് ദുബായിലുള്ള ട്രിനിറ്റി ചർച്ചിന്റെ ബാപ്റ്റിസം ടാങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷീകരിക്കാൻ തക്കോണം ദൈവം എന്നെ സഹായിച്ചു. അത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു അധ്യായത്തിന്റെ തുടക്കം കുറിക്കുകയായിരുന്നു. അന്നു മുതൽ കൂടുതൽ ദൈവത്തോട് അടുക്കുകയും കൂടുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുകയും അതിനു മുമ്പ് ആ സമയങ്ങളൊക്കെയും വളരെ ദൈവവുമായിട്ട് അടുത്ത് ജീവിക്കുവാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നു. ഞാനത് ഉണ്ടാക്കിയെടുത്തതാണ്. എൻ്റെ കൂട്ടുകാർ ഒത്തിരി പേര് എന്നെ വിട്ടുപോയി. എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ എന്നോട് നോ പറഞ്ഞു മാറി നിന്നു. എങ്കിലും കർത്താവ് എന്നെ കൈവിട്ടില്ല. ഞാൻ ആ ജോലി തുടർന്നു. അപ്പോഴാണ് എൻ്റെ വിവാഹ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചത്. ഞാൻ വിവാഹ കാര്യത്തെക്കുറിച്ച് വീട്ടിൽ പറഞ്ഞു നിനക്ക് വിവാഹം കഴിക്കണമെങ്കിൽ കഴിക്കാം. യാക്കോബയിലെ നല്ല അച്ഛന്മാരുടെ പെങ്കുച്ചുങ്ങളുണ്ട്, കല്യാണം കഴിപ്പിക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല. ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ട ഒരു പെൺകുട്ടിയെ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ. ആ ഒരു തീരുമാനം ഞാൻ എടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊന്നും സഹകരിക്കത്തില്ല. ഞാൻ പറഞ്ഞു അമ്മ സഹകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വിവാഹം കഴിക്കും. എനിക്ക് വിവാഹം കഴിക്കണം. കഴിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് പാപം ചെയ്ത് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ആ വിവാഹ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കും. നിങ്ങൾ സഹകരിച്ചാലും സഹകരിച്ചില്ലെങ്കിലും ഞാൻ വിവാഹം കഴിക്കുമെന്നുള്ള ഉറച്ച തീരുമാനമെടുത്തു. അപ്പോഴാണ് ഷാർജയിൽ തന്നെയുള്ള ഒരു മലയാളം ചർച്ചിലെ ഒരു പെൺകുട്ടിയുടെ പ്രപ്പോസല് അങ്ങോട്ട് സംസാരിക്കുകയും അവരുമായിട്ട് ഞാൻ തന്നെ സംസാരിക്കുകയും ഞാൻ പോയിക്കൊണ്ടിരുന്ന ചർച്ചയായിരുന്നു ചർച്ച് റെക്കോർഡ്. അവിടെ കാണുകയും അവരെ വീട്ടുകാരുമായിട്ട് സംസാരിക്കുകയും ആ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 1999 തന്നെ വിവാഹം നടക്കുവാൻ തക്കണം ഇടയായി തീർന്നു. അന്നു മുതൽ 2014 വരെയും ഷാർജ ചർച്ച് ബോർഡിലെ മെമ്പറായി അവിടെ തുടർന്നു. സഭാ പ്രവർത്തനങ്ങളിലും ദൈവദാസന്മാരുടെ ഇടപെടലുകളിലും സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിലും യൂത്തിന്റെ പ്രവർത്തനങ്ങളിലും ചർച്ചിന്റെ കൊയർ ലീഡറായിട്ടും സുവിശേഷം പറഞ്ഞും അങ്ങനെ ഞങ്ങൾ കുടുംബജീവിതം അവിടെ നയിക്കുവാൻ കാരണമായി. വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് വിവാഹം കഴിക്കുന്ന സമയത്ത് ഒത്തിരി കടങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അറിയാത്ത ഒരു ബിസിനസ്സിൽ ഞാൻ ജോയിൻ ചെയ്തു. അതോടുകൂടി എനിക്ക് കുറെ എൻ്റെ പൈസ നഷ്ടപ്പെട്ടു. ഒത്തിരി ക്രെഡിറ്റ് കാർഡുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 6 ക്രെഡിറ്റ് കാർഡ് ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടിരുന്ന സാഹചര്യമായിരുന്നു അന്നേരം. അപ്പോൾ ഞാൻ ഒരിക്കൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഒരിക്കൽ ഞാൻ ഈ മെന്ററിനോട് പറഞ്ഞു, ഈ ക്രിസ്റ്റഫറിനോട് പറഞ്ഞു, ക്രിസ്റ്റഫറെ ക്രിസ്തുവിലായിട്ട് ഇത്രയായി, പക്ഷെ കടങ്ങൾ മാറുന്നില്ലല്ലോ. അപ്പൊ എന്നോട് ചോദിച്ചു ക്രിസ്തു തന്നതാണോ കടം? അല്ല, ഞാൻ വരുത്തിയതാ. എങ്കിലൊരു കാര്യം ചെയ്യണം, ദശാംശം കൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞു. പോകുന്ന സഭയിൽ ദശാംശം കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ദശാംശത്തിൽ അധികവും കൊടുക്കുന്നുണ്ട് പറഞ്ഞു. എന്നോട് പറഞ്ഞു അധികം ഒന്നും കൊടുക്കണ്ട, കൃത്യമായിട്ട് കൊടുക്കുക. അന്ന് ഞാൻ തീരുമാനമെടുത്തു 10% ഞാൻ ദശാംശം കൊടുക്കുമെന്ന് തീരുമാനമെടുത്തു. 2 വർഷം കൊണ്ട് എനിക്ക് ജോലിയിൽ മാറ്റം കിട്ടി, പ്രൊമോഷനുകൾ കിട്ടി, ബോണസുകൾ കിട്ടി. എൻ്റെ കടങ്ങളെല്ലാം വിടുവാൻ ദൈവം എന്നെ സഹായിച്ചു. കൃത്യമായി ദശാംശം കൊടുക്കുകയും സുവിശേഷ വേലയിൽ പ്രവർത്തിക്കുകയും അങ്ങനെ നല്ലൊരു കുടുംബജീവിതം നയിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. എനിക്ക് ഒരു കുഞ്ഞുണ്ടായി. 2001 എനിക്ക് മകനുണ്ടായത്. 2002 എനിക്ക് എൻ്റെ ജോലി പെട്ടെന്ന് വേറൊരു ജോലി, എനിക്ക് നല്ലൊരു ജോലി കിട്ടിയപ്പോൾ ഞാൻ റിസൈൻ ചെയ്തു. പക്ഷെ ആ കമ്പനി, പഴയ കമ്പനി എന്നെ ബാൻ ചെയ്യുവാനിടയായി. 6 മാസത്തേക്ക് ബാൻ ചെയ്തു. ഞാൻ ഏറെ ദുഃഖിതനായി. ഞാൻ എന്തു ചെയ്യും? ഞാൻ മനസ്സോടുകൂടി മകന്റെയും എൻ്റെയും വിസ ക്യാൻസൽ ചെയ്തു. അപ്പോൾ എൻ്റെ വൈഫിന്
ഷാർജ എയർപോർട്ടിൽ ഒരു ജോലി കിട്ടി. വിസ അങ്ങോട്ടേക്ക്, വൈഫിന്റെ വിസ അങ്ങോട്ടേക്ക് മാറ്റി. അവസാന നിമിഷം ഞാൻ തീരുമാനമെടുത്തു, 6 മാസം ഞാൻ ബോംബെയിൽ എവിടെയെങ്കിലും പോകും, കുഞ്ഞിനെ ഒരു ഹോസ്റ്റലിൽ അല്ലെങ്കിൽ ഓർഫനേജിൽ, അവിടെ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ബോർഡിങ്ങിലാക്കും. അതിനുശേഷം ഞാൻ 6 മാസം ബൈബിൾ പഠിക്കും. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ആ ഒരു തീരുമാനമെടുത്ത് നിൽക്കുന്ന അവസരത്തിൽ 2 ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ, അതായത് വിസ ക്യാൻസൽ ചെയ്ത് ഇങ്ങോട്ട് പോരാൻ 2 ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരു മറക്കാനാവാത്ത ഒരു സംഭവമായിരുന്നു അത്. ഇന്നും ദൈവം പ്രവർത്തിച്ച പ്രവൃത്തികളെ ഞാൻ ഓർക്കുന്നു. 2 ദിവസമായപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു, നിനക്കൊന്ന് പോയി ചോദിച്ചാൽ എന്താ എമിഗ്രേഷനിൽ, നിന്റെ വിസ മാറ്റി കിട്ടുമല്ലോ എന്ന്. അപ്പൊ ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഞാൻ എങ്ങനെയാ പോയി ചോദിക്കുന്നത്? എങ്കിലും ഞാൻ ഒരാളെ കണ്ടു, അറബിയിൽ ഒരു കത്ത് എഴുതി, ഞാൻ വിവാഹിതനാണ്, എനിക്ക് കുഞ്ഞുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്, എന്നെ ബാൻ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒരു കത്ത് എഴുതിയിട്ട് ഞാൻ ഉപവാസത്തോടെ അന്നായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഏർലി മോർണിംഗ് 3 മണിയായപ്പോൾ ഞാൻ എമിഗ്രേഷന്റെ അവിടെ എത്തി. 3 മണി മുതൽ 8 മണി വരെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ജയം എന്ന് പറഞ്ഞ് ആ എമിഗ്രേഷൻ, ദുബായ് എമിഗ്രേഷന് ചുറ്റും നടക്കുവാനിടയായിരുന്നു. അങ്ങനെ നടന്ന് 8 മണിയായപ്പോൾ ആ ഗേറ്റിലെത്തിയപ്പോൾ എനിക്ക് അങ്ങനെ പ്രവേശിക്കാൻ പറ്റില്ല, ടോക്കൺ എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ കുറച്ചേരം അവിടെ നിന്നു. ഒരു ലേഡി വന്നു, എന്നെ അകത്തേക്ക് കയറ്റി. 2, 3, 4 ഗേറ്റുകൾ കടന്ന് അവസാനമുള്ള ഒരു ടോക്കണിന്റെ വലിയ ക്യൂവിലെത്തി. എനിക്ക് കിട്ടിയിരിക്കുന്ന ടോക്കൺ 52 അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇതിന്റെ മുദീർ ആഴ്ച 2 ദിവസമേ വരത്തുള്ളൂ, ഷെയ്ഖാണ്, അദ്ദേഹം 2 മണിക്കൂർ മാത്രമേ അവിടെ ഉണ്ടാവത്തുള്ളൂ ഒരു ദിവസം, ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. അപ്പോൾ എൻ്റെ പ്രത്യാശയെല്ലാം നഷ്ടപ്പെട്ടു. എങ്കിലും എനിക്ക് വേറെ ഒന്നുമില്ല, യേശു ക്രിസ്തുവിന്റെ രക്തത്താ ജയം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ആ ക്യൂവിൽ നിന്നു. ഒരു 15 മിനിറ്റ് കൊണ്ട് എൻ്റെ മുമ്പിലുള്ള എല്ലാവരും മാറി എൻ്റെ ടേൺ എത്തി. പലരും കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. എനിക്ക് എൻ്റെ കണ്ണിൽ ഒരു ഇരുട്ട് കയറിയതുപോലെ എനിക്ക് ശരിക്കും കാണാൻ പറ്റാത്ത വിധം ഉള്ള ഒരു സാഹചര്യമായിരുന്നു. ഞാൻ എമിഗ്രേഷന് മുമ്പിലെത്തി. അന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചതാണ്, കർത്താവേ, എൻ്റെ രാജാവിന് നീതിയും രാജകുമാരന് ന്യായവും പാലിപ്പാൻ തരുന്ന ശക്തി നൽകണമേ. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങയുടെ മകനാണ് എമിഗ്രേഷന്റെ ഓഫീസർ, ഞാനും അങ്ങയുടെ മകനാണ്, എൻ്റെ സഹോദരനാണ്. പക്ഷെ എൻ്റെ സഹോദരനായ ആ രാജാവിൻ്റെ മകനോട് സംസാരിക്കാൻ എനിക്ക് കഴിവില്ല, അങ്ങ് സംസാരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാ പോയത്. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിന്റെ ഒരു മിറാക്കിൾ എന്ന് തന്നെ എനിക്ക് പറയാം. ആ സാഹചര്യത്തിൽ കടന്നുപോയവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ പെട്ടെന്ന് ഇടയായി തീരും. ഞാൻ അവിടെ ചെന്നു, എൻ്റെ ആപ്ലിക്കേഷൻ അദ്ദേഹം മേടിച്ചു. എൻ്റെ മുഖത്ത് പോലും നോക്കാതെ നേരെ മേടിച്ച് തിരിച്ചു വെച്ച് എന്തോ അറബിയിൽ എഴുതിയിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഗുഡ് ലക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതോടുകൂടി തീർന്നു, നാട്ടിലേക്ക് പോയിക്കോ എന്നായിരിക്കും എന്ന് പറഞ്ഞതെന്ന് മനസ്സിലായി. ഞാൻ കരഞ്ഞില്ല, വിഷമിച്ചില്ല, ദൈവമേ നന്ദി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോന്നു. പുറത്തിറങ്ങി ഞാൻ ഒരു പോലീസുകാരനോട് ചോദിച്ചു, എന്താ ഇതിൽ എഴുതിയിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, നിന്റെ വിസയുടെ ബാൻ എടുത്തു കളഞ്ഞിരിക്കുന്നു. ഞാൻ വളരെ ദൈവത്തെ മഹത്വപ്പെടുത്തി. എൻ്റെ പുതിയ കമ്പനിയുടെ ഞാൻ ആദ്യമേ എൻ്റെ വൈഫിനെ ബെൻസിയെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ വിസയുടെ ബാൻ ദൈവം എടുത്തു മാറ്റി കളഞ്ഞു, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ PRO വിളിച്ചപ്പം PRO അറബിയിൽ ഒത്തിരി എന്തൊക്കെയോ പറഞ്ഞു, എനിക്കറിയില്ല അറബിയിൽ പറഞ്ഞത് അങ്ങനെയാണ് ദൈവത്തെ. എന്നിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ ഇത് സാധിച്ചു? ഞാൻ പറഞ്ഞു, ഞാൻ വിളിക്കുന്നതും ഞാൻ പ്രാർത്ഥിക്കുന്നതും യേശു ക്രിസ്തുവിനോടാണ് എന്ന് ആ PROയോട് ധൈര്യത്തോടെ പറയുവാൻ എനിക്ക് ഫോണിൽ ദൈവം ഒരു അവസരം തന്നു. 6 മാസം എന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞ ആ ഒരു അവസരത്തിൽ എന്നെ എൻ്റെ മാനേജർ ചലഞ്ച് ചെയ്തു, നിന്നെ ഇവിടുന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു. 6 മാസം പുറത്താക്കും എന്നുള്ള നിലയിലായിരുന്നു എന്നെ കമ്പൾസറി ബാൻ ചെയ്തത്. ബാൻ റിമൂവ് ചെയ്യാൻ ഒത്തിരി പണം കൊടുക്കുവാൻ പുതിയ കമ്പനി തയ്യാറായെങ്കിലും അതൊന്നും നടക്കാത്ത സാഹചര്യത്തിൽ എല്ലാ വാതിലും അടഞ്ഞപ്പോൾ ദൈവം ഒരു വാതിൽ തുറന്നു. ഒമാനിൽ പോയി 2 മണിക്കൂർ കൊണ്ട് ഞാൻ തിരിച്ച് ദുബൈയിൽ കടന്നു വന്ന് പുതിയ ജോലിക്ക് കയറുവാൻ ഞാൻ ഇടയായി.
ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു, ദൈവസന്നിധിയിൽ മുന്നോട്ട് പോയി. അന്നു മുതൽ ഞാൻ തീരുമാനമെടുത്ത്, കർത്താവേ, ദൈവവചനം പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, അങ്ങനെ ഞാൻ ദൈവത്തിനു വേണ്ടി പതാരം കൊടുക്കുവാനിടയായി തീർന്നു. ഞങ്ങൾ മോനും ഞാനും എൻ്റെ വൈഫും. അപ്പം ദൈവത്തിന് പതാരം എന്ന നിലയിൽ 25% ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ ഞാൻ തീരുമാനമെടുത്തു. എൻ്റെ ശമ്പളം 13,000 ദറംസായി മാറുവാൻ, മന്ത്ലി മാറുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ആവശ്യത്തിന് പണം എൻ്റെ കയ്യിൽ ഉണ്ട്. എൻ്റെ വൈഫിനും നല്ലൊരു ജോലിയുണ്ട്. നല്ല ആരോഗ്യത്തോടുകൂടി ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാമത്തെ കുഞ്ഞുണ്ടായത്. രണ്ടാമത് ഞാൻ കർത്താവിന് പറഞ്ഞു, കർത്താവേ, എനിക്കൊരു പെൺകുഞ്ഞിനെ തരണം, ഞാൻ അവൾക്ക് അക്സ എന്ന് പേരിടുന്നു എന്ന് പറഞ്ഞ് ആദ്യമേ ഞാൻ പേരിട്ടു. ദൈവം എനിക്ക് എൻ്റെ പ്രാർത്ഥന അതും കേട്ടു. ദൈവം എനിക്ക് പെൺകുഞ്ഞിനെ തന്നു. പെൺകുഞ്ഞിനെ തന്നപ്പോൾ ഞാൻ ദൈവത്തിന് ദശാംശം കൊടുത്തപ്പോൾ ഒരു ദിവസം ഞാൻ കർത്താവിന് പറഞ്ഞു, കർത്താവിന് ഇത് നഷ്ടമായി പോയല്ലോ. കാരണം പതാരം കുറഞ്ഞു പോയി, 25 20% കുറഞ്ഞു. പിന്നെ കുറച്ച് നാൾ പ്രാർത്ഥിച്ചപ്പോൾ 5-6 മാസം കഴിഞ്ഞപ്പോൾ ദൈവവേലയ്ക്ക് വേണ്ടി എൻ്റെ പകുതി വരുമാനം 50% കൊടുക്കുവാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും എനിക്ക് എൻ്റെ ശമ്പളം 13,000 എന്നുള്ളത് 18 18 നിന്ന് 40,000 ദർംസ് ശമ്പളം മേടിക്കുന്ന നിലയിൽ ഞാൻ വളർന്നു. ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ അയർലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയുടെ ജനറൽ മാനേജറായി കയറുവാനിടയായിട്ട്. നോക്കണമേ, എൻ്റെ ജോലിയുടെ സാഹചര്യം, വിശ്വാസത്തിലേക്ക് വന്ന സാഹചര്യം, വിശ്വാസത്തിൽ നിലനിന്നിട്ട് കർത്താവിൽ വളരുവാൻ എനിക്ക് ഇടയായി തീർന്ന സാഹചര്യം, ഇതൊക്കെയും വെച്ച് നോക്കുമ്പോൾ ദൈവവുമായി എടുക്കുന്ന തീരുമാനത്തിൽ കൂടി ദൈവം എന്നെ ഉയർത്തുന്നത് എനിക്ക് കാണുവാൻ ഇടയായി. 400 രൂപയ്ക്ക് ശമ്പളം തുടങ്ങിയ ആ ജോലി ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തുകൊണ്ട്, ഉപവാസവും പ്രാർത്ഥനയും, അതിനിടയ്ക്കൊക്കെ ഒത്തിരി ഉപവാസങ്ങളും പ്രാർത്ഥനകളും സഭയിലുള്ള സഹകരണങ്ങളും സുവിശേഷ പ്രവർത്തനങ്ങളും സുവിശേഷം പറയാൻ പോകുന്നതും ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതും, ദൈവദാസന്മാരെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവരുന്നത്. മലബാറിൽ നിന്ന് ആര് വന്നാലും എൻ്റെ വീട്ടിൽ വന്ന് വിശ്രമിക്കുകയും അല്ലെങ്കിൽ അവർക്ക് സഹായം ചെയ്യുകയും ചെയ്യും. ദശാംശ പൈസ മുഴുവനും ഞാൻ സഭയിൽ കൊടുക്കാതെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പേഴ്സിൻ്റെ അകത്ത് വെക്കും, ബൈബിളിനകത്ത് വെക്കും. എന്നിട്ട് വരുന്ന വിസിറ്റിംഗ് പാസ്റ്റേഴ്സിൽ ദൈവം പ്രേരിപ്പിക്കുന്ന ദൈവദാസന്മാർക്ക് കൊടുക്കുവാനിടയായിരുന്നു. അനവധി സുവിശേഷ പ്രവർത്തകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. മഹാരാഷ്ട്രയിലും UP-യിലും കേരളത്തിലും അനേക സഭകളെ, ഏകദേശം 40ഓളം സഭകളെ സപ്പോർട്ട് ചെയ്യുന്ന സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ അന്ന് എനിക്ക് ദൈവം സാഹചര്യം തന്നിരുന്നു. കാരണം എൻ്റെ വൈഫിന്റെ മുഴുവൻ ശമ്പളവും എൻ്റെ ശമ്പളത്തിന്റെ പകുതിയും ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന അവസരത്തിലാണ് എൻ്റെ പുതിയ കമ്പനിയുടെ ഓഫീസ് അബുദാബിയിലാണ്. ഞാൻ താമസിക്കുന്നത് ഷാർജയിലാണ്. 200 കിലോമീറ്റർ ഒരു ദിവസം രാവിലെ അങ്ങോട്ടും വൈകുന്നേരം ഇങ്ങോട്ടും വാഹനം ഓടിക്കും. അതിനുശേഷം അവിടെ സൈറ്റുകളിൽ പോകും. ആ കമ്പനിയുടെ ജനറൽ മാനേജറായി വർക്ക് ചെയ്യുന്നു. 2 സായിപ്പന്മാര് ഐറിഷ് ബേസ്ഡ് ആയിട്ടുള്ള അവരായിരുന്നു എൻ്റെ പാർട്ട്നേഴ്സ്. അവര് എനിക്ക് എൻ്റെ വിശ്വസ്തത കണ്ടിട്ട്, ആ കമ്പനിയുടെ ഉയർച്ച കണ്ടിട്ട് എന്നെ കമ്പനിയുടെ പാർട്ട്ണറാക്കി. ഞങ്ങൾ 3 പേരും കമ്പനിയുടെ പാർട്ട്ണർമാരായി വർക്ക് ചെയ്യുന്ന ആ നിലയിലേക്ക് എത്തുവാൻ ഇടയായി. ആ സാഹചര്യത്തിലാണ് ഇറാഖില് പ്രവർത്തനങ്ങൾ തുടങ്ങിയത്, ബിസിനസ് തുടങ്ങിയത്. എന്നാൽ ഞാൻ ഇറാഖിലേക്ക് ഞാൻ പോയില്ല. ഒരു സാഹിബിനെ അങ്ങോട്ട് വിട്ടു. മിഡിൽ ഈസ്റ്റിന്റെ ഉത്തരവാദിത്വം മറ്റൊരു സാഹിബിനെ ഏൽപ്പിച്ചു. ഇന്ത്യയിൽ ബിസിനസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു തീരുമാനമെടുത്തിട്ട് ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രൂപ്പ് ജനറൽ മാനേജർ എന്ന നിലയിൽ ഈ കമ്പനികളെ സ്ഥാപിക്കുവാൻ ഇടയായി. ഏകദേശം അപ്പോൾ 1200ഓളം എംപ്ലോയീസ് സ്വന്തമായിട്ടും ലേബർ സപ്ലൈ എടുത്തതായിട്ടും UAE-യിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല UAE റെയിൽ പ്രൊജക്റ്റിലൊക്കെ ഭാഗമാകുവാൻ 200ഓളം പാലങ്ങൾ അതിൽ ഉണ്ടാക്കുന്ന പണിയിലൊക്കെ ഞങ്ങളുടെ കമ്പനി അതിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല നിലയിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യയിൽ തുടങ്ങിയത്. ചെന്നൈയിലും പിന്നീട് കോഴിക്കോടും പിന്നീട് കൊച്ചിയിലും
ഓഫീസുകൾ ഓപ്പൺ ചെയ്യും. ഇവിടെ 15 ദിവസം ഇന്ത്യയിലും 15 ദിവസം UAE-യിലുമായി യാത്ര ചെയ്ത് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. ഇപ്പോഴൊക്കെ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞിട്ട് 2008 ദൈവവചനം പഠിക്കുവാൻ ഒരു അവസരം കിട്ടി. എൻ്റെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, എനിക്കൊരു സ്വഭാവമുണ്ട്, എൻ്റെ പാസ്റ്ററോ അല്ലെങ്കിൽ ദൈവവചനമോ എന്തെങ്കിലും എന്നോട് ഇടപെട്ട് കഴിഞ്ഞാൽ അന്നേരം ഞാൻ ഒന്നും ചോദിക്കാതെ കണ്ണടച്ച് അതിനെ ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഒരു പാസ്റ്റർമാരോടും പിണങ്ങുകയോ അല്ലെങ്കിൽ അവരെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ അവരോട് എതിർത്ത് നിൽക്കുകയോ ഒന്നും എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ മെന്റേഴ്സായി ഇന്നും എൻ്റെ ആദ്യത്തെ പാസ്റ്റർമാരിൽ 2 പേർ ഇപ്പോഴും എൻ്റെ മെന്റർമാരായി നിൽക്കുന്നത് എനിക്ക് ഏറ്റവും സന്തോഷകരമായ അവസരമാണ്. അങ്ങനെ 2011, 2013 കാലഘട്ടങ്ങളിലാണ് ഞാൻ ഇന്ത്യയിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കേണ്ടതിനായി ഞാനൊരു 10 സെന്റ് സ്ഥലം കോഴിക്കോട് പട്ടണത്തിൽ മേടിച്ച് വെച്ചിരുന്നു. പൈസ ഉണ്ടായപ്പോൾ മേടിച്ചു വെച്ചു. ഒരു ദിവസം 2012 ഞാൻ ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ, കോഴിക്കോട് വന്നപ്പോൾ, ദൈവം പെട്ടെന്ന് എന്നോട് ഒരു ആലോചന എന്നോട് പറയുന്ന പോലെ പറഞ്ഞു, നിനക്ക് വീട് വേണമെങ്കിൽ ഇപ്പോൾ വെച്ചോ, ഇനി ഒരു പക്ഷേ അവസരം കിട്ടിയെന്ന് വരില്ല. ഞാൻ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ ഇവിടെയുള്ള പാസ്റ്ററിനോട് പറഞ്ഞു, ഞാൻ വീട് പണിയാൻ പോവുകയാണ്, നാളെ ഈ ദിവസങ്ങളിൽ തന്നെ കുറ്റിയടിക്കണം, എനിക്ക് പെട്ടെന്ന് പോകണം, കുറ്റിയടിക്കാൻ പാസ്റ്റർ വരണം. ആ പാസ്റ്റർ വന്നു, ബന്ധുമിത്രാദികൾ കുറച്ച് പേര് വന്നു. എൻ്റെ ഭാര്യ അന്ന് ഗൾഫിൽ ഷാർജയിലാണ്, ഭാര്യയില്ല. എങ്കിലും ഞാൻ വീടിന്റെ ആ 10 സെന്റ് സ്ഥലത്തിന്റെ നടുക്ക് പോയി ഒരു കുറ്റി വിശ്വാസത്താൽ അടിച്ച് ഞാൻ പാസ്റ്ററിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ കുറ്റിയടിച്ചു. കാരണം ഇതിന്റെ നടത്തിപ്പും ഇതിന്റെ ഡിസൈനും ഇതിന്റെ പണികളെല്ലാം തന്നെ ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തത്. എല്ലാം നല്ലൊരു 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ലൊരു വീട് ഡിസൈൻ ചെയ്തു. നല്ല എൻ്റെ സ്വപ്നത്തിൽ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കൊണ്ട് ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ ഞാൻ ആ ഡിസൈൻ പൂർത്തീകരിച്ചു. ഞാൻ കോൺട്രാക്ട് കൊടുത്തു. എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലായിരുന്നു. എനിക്ക് ശമ്പളം കിട്ടിയിട്ട് 4 മാസമായിരുന്നു. എൻ്റെ കമ്പനിയിൽ ഞാനൊരു നിയമം വെച്ചിട്ടുണ്ടായിരുന്നു, അവസാനത്തെ വ്യക്തി ഞാനായിരിക്കും ശമ്പളം എടുക്കുന്നത്. എല്ലാവർക്കും കൊടുത്തതിന് ശേഷമേ ഞാൻ ശമ്പളം എടുക്കത്തുള്ളൂ എന്ന് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് 3-4 മാസമായിട്ട് എനിക്ക് ശമ്പളം എടുക്കുവാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ കുറ്റിയടിച്ച് വീട്ടിൽ ചെന്നു, കോൺട്രാക്ടറിനെ ഏൽപ്പിച്ചു, തിരിച്ച് ഷാർജയിലെത്തി ആ ആഴ്ചയിൽ തന്നെ ഒരു വലിയ ബിസിനസ് കിട്ടി. അതോടുകൂടി എൻ്റെ പെൻഡിങ് ശമ്പളം എല്ലാം വന്നു. എൻ്റെ ബാങ്ക് ഒരു പക്ഷെ ഞെട്ടിക്കാണും ഇത്രയും പൈസ ഒരുമിച്ച് ബാങ്കിലേക്ക് വന്നത് കണ്ടപ്പോൾ. പക്ഷെ അത് ദൈവത്തിൻ്റെ ഒരു നീതിയായിരുന്നു. 6 മാസം കൊണ്ട് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്ത് 8-ാം മാസം ഞാൻ വീടിന്റെ പണികൾ പൂർത്തീകരിച്ച് കയറി താമസിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു. ഞങ്ങൾ കുടുംബമായി കടന്നു വന്ന് അതൊരു ദൈവ പ്രവൃത്തിയായിരുന്നു. ഇന്നും ഞാൻ നന്ദിയോടെ ദൈവസേനയിലായിരിക്കുന്നു. അന്ന് ഞാൻ ദൈവിക ദർശനത്തിന് അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ ആ ദൈവിക പദ്ധതിക്ക് എൻ്റെ കാതുകളെ അനുസരിക്കുമാറാക്കിയില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഒരു പക്ഷെ ഒരു വീട് ഇപ്പോൾ ഉണ്ടാകുമായിരുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവം തരുന്ന ഏതൊരു ചെറിയ ആലോചനയും അത് ദൈവികമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് കണ്ടാൽ 100% കണ്ണും അടച്ച് അതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്മ മാത്രമേ വരികയുള്ളൂ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മളെ എത്രമാത്രം ഉയർത്തുവാൻ ദൈവം ശക്തനാണെങ്കിലും ദൈവത്തിന്റെ അനുസരണത്തിന് കീഴിൽ നാം ആയിരിക്കുന്നെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി നമ്മിൽ കൂടി വെളിപ്പെടുവാനിടയായുള്ളൂ. ഗൾഫിലായിരുന്നപ്പോൾ എൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു, ദൈവമേ എന്നെ അങ്ങ് അനുഗ്രഹിക്കണം, അറബികളുടെ പൈസ എൻ്റെ കയ്യിൽ കൊണ്ടുവരണമേ, ഞാനത് സുവിശേഷ വേലയ്ക്ക് കൊടുത്തോളാം. മേക്ക് മീ എ ചാനൽ ഓഫ് യുവർ വെൽത്ത്. ദൈവമേ നിന്റെ സമ്പത്തിന്റെ ഒരു ചാനലാക്കി മാറ്റണമേ എന്നൊരു പ്രാർത്ഥന എൻ്റെ രഹസ്യ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവം എന്നെ അങ്ങനെ ആക്കുകയും ചെയ്തു. അങ്ങനെ ഒരു മനോഹരമായ വീട് എനിക്ക് ലഭിച്ചു.
2013 മറക്കാൻ ആവാത്ത ഒരു സംഭവം എനിക്ക് ഷാർജയിൽ എന്നെ നേരിട്ടു. എൻ്റെ പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ ഷാർജയിൽ എത്തിയപ്പോൾ എന്നെ ഷാർജ എമിഗ്രേഷനിൽ അവർ തടഞ്ഞു വെച്ചു. എനിക്ക് കാര്യം മനസ്സിലായില്ല എന്താണെന്നുള്ളത്. പെട്ടെന്ന് എന്നെ പോലീസുകാര് ഒരു റൂമിലേക്ക് കൊണ്ടുപോയി. കുറെ നേരം കഴിഞ്ഞപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, നിന്റെ സൈൻ ഇട്ട ആ ചെക്ക് ബൗൺസ് ആയി, ആ പൈസ അടയ്ക്കാതെ നിനക്ക് പോകാൻ കഴിയില്ല, കേസുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ എൻ്റെ പാർട്ണറിനെ വിശ്വസിച്ച് ഒപ്പിട്ട് കൊടുത്ത ചെക്കുകൾ ഉണ്ടായിരുന്നു. സായിപ്പ് അത് മിസ്യൂസ് ചെയ്ത് മറ്റൊരാൾക്ക് കൊടുത്ത് 2 ലക്ഷം ദിറംസ് കടം ഉള്ള ഒരു ചെക്കായി മാറി. എന്നെ അവര് പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി എന്ന് അവിടെ ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് മൂവ് ചെയ്ത അവസരത്തിൽ എൻ്റെ കമ്പനിക്ക് വലിയൊരു പേയ്മെന്റ് വരികയും PRO എന്നെ വിളിക്കുകയും ഞാൻ സംസാരിക്കുകയും ആ പൈസ അതുപോലെ തന്നെ പേയ്മെന്റ് ചെയ്ത് എന്നെ അവർ പോലീസ് സ്റ്റേഷനിൽ പിന്നീട് റിലീസ് ചെയ്യുവാൻ ഇടയായി തീർന്നു. ഞാൻ ദൈവത്തിന്റെ വിശ്വസ്തത, നമ്മുടെ അറിവ് കൂടെയും അറിവോട് കൂടാതെയുമുള്ള ഏത് കുറ്റങ്ങളാണെങ്കിലും ദൈവം നമ്മോട് ക്ഷമിക്കും, മനഃപൂർവ്വം ക്ഷമിക്കും. നമ്മുടെ അറിവ് കൂടാതെയാണെങ്കിലും അറിവോടുകൂടെ, കർത്താവേ ഞാൻ പാപം ചെയ്തു പോയി, അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ ഏതൊരു നിമിഷവും നമുക്ക് മടങ്ങി വരാം. ഞാൻ നിങ്ങളോടും പറയാനുള്ള എൻ്റെ ഒരു ഉപദേശം ഇതാണ്: ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ദോഷങ്ങൾ വന്നാൽ തന്നെയും ദൈവം അതെല്ലാം നമുക്ക് അനുഗ്രഹമാക്കി തീർക്കുവാനിടയായിത്തീരും. എന്നെ PRO വന്നു കണ്ടു. എന്നെ പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്നും എന്നെ റിലീസ് ചെയ്തു. അത് എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹമായി തീർന്നു. ഞാൻ അന്ന് എനിക്ക് ഭയങ്കര കടുത്ത ദോഷമുണ്ടായി എൻ്റെ പാർട്ട്നേഴ്സിനോട്. അവർക്കും എന്നോട് എന്തോ ഒന്ന് തോന്നി. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഓഫീസിലേക്ക് വരുന്നില്ല, ഞാൻ ഉപവാസത്തിലാണ് എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് ഞാൻ ഇവരോടൊക്കെ പോകുമ്പോഴും കമ്പനിയിലാണെങ്കിലും പല സാഹചര്യത്തിലും സുവിശേഷം പറയുകയും പലരോടും സുവിശേഷം അറിയിക്കുകയും പലരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് 2013 കർത്താവ് എനിക്ക് തന്ന ഒരു ഉപവാസ സമയത്ത് ദൈവം തന്ന ഒരു വാക്യമുണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യമാണ് എനിക്ക് തന്നത്. അത് ഇപ്രകാരമാണ്: നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിൽ ഇരിക്കുമ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക, അല്ല ഞാൻ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ ചേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഈ ദൈവവചനം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഈ ദൈവവചനം, ഞാൻ ദൈവമുഖത്തേക്ക് നോക്കി, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എനിക്ക് കാര്യം മനസ്സിലായി, എന്താ ഇതിന്റെ ഗൗരവം മാറിപ്പോകുന്നു. അപ്പോഴാണ് മനസ്സിലായത്, അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ എൻ്റെ ഏകദേശം 25ഓളം ചെക്കുകൾ ഇങ്ങനെ പല നിലകളിലേക്ക് അവർ മാറ്റിക്കളഞ്ഞു എന്ന് ഞാൻ മനസ്സിലായി. ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ പാർട്ട്നേഴ്സിനെ വിളിച്ചു, സായിപ്പന്മാരോട് പറഞ്ഞു, ഓക്കെ, അർജന്റ് മീറ്റിംഗ് വേണം, ഒരു ഹോട്ടലിൽ മീറ്റ് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ലഞ്ച് മേടിച്ചു തരാം എന്ന് പറഞ്ഞു. എൻ്റെ വക ലഞ്ചാകട്ടെ എന്ന് പറഞ്ഞു. അവർ കടന്നു വന്നു. ഞാൻ ലഞ്ച് കഴിച്ചു. ലഞ്ച് കഴിച്ചതിൻ്റെ അവസാനം ഞാൻ പറഞ്ഞു, എൻ്റെ കമ്പനിയുടെ ഷെയർ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. പെട്ടെന്ന് അവരുടെ കണ്ണുകൾ തിളങ്ങുന്നത് എനിക്ക് കാണുവാൻ ഇടയായി. ഏകദേശം 30 കോടി രൂപയുടെ ആസ്തി അന്നേരം ആ കമ്പനിക്ക് അവിടെയുണ്ട്. അത്രമാത്രം സ്റ്റാഫും പ്രൊജക്റ്റുകളും മെറ്റീരിയൽസും ഉണ്ട്. 10 കോടി രൂപ എനിക്കുള്ളതാണ്, 33%. ഞാനത് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇന്ത്യയിലേക്ക് പോവുകയാണ്, എനിക്കൊരു ഷെയറും വേണ്ട, നിങ്ങൾക്ക് ഇന്ത്യയിൽ വരാം, ഞാൻ ഇന്ത്യയുടെ ജനറൽ മാനേജറായി മാത്രം നിലനിൽക്കാൻ ഉദ്ദേശിക്കുന്നു, ബാങ്കിൽ നിന്നും എൻ്റെ പേര് മാറ്റണം. അങ്ങനെ ബാങ്കിൽ ചെന്ന് എൻ്റെ പേര് സിഗ്നേച്ചർ മാറ്റി, ഞാൻ സിഗ്നേച്ചറിൽ നിന്നും മാറി ഞാൻ അവർക്ക്
എല്ലാം കൈമാറിയതിന് ശേഷം ഒരു പൈസ പോലും മേടിക്കാതെ കർത്താവ് എന്നോട് പറഞ്ഞതനുസരിച്ച് വിത്തിൻ 1 വീക്ക് ഞാൻ UAE നിന്നും ഇങ്ങോട്ടേക്ക് പോകും. ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിലെ ബിസിനസ് കൈകാര്യം കാര്യങ്ങൾ ചെയ്തു. സായിപ്പ് ഇവിടെ വന്നു. ഞങ്ങൾ ഇവിടുത്തെ കാലിക്കറ്റ് ഓഫീസ് ഇനാഗ്രേഷൻ ചെയ്തു. കൊച്ചിയിൽ നല്ലൊരു പ്രൊജക്റ്റ് ചെയ്യുവാൻ ഒരു ഓർഡർ കിട്ടി. കോഴിക്കോട് നല്ല പ്രോജക്റ്റുകൾ ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടായി. ഏകദേശം 60 പേരോളം എംപ്ലോയ് ചെയ്യുന്ന ഒരു ടീം കോഴിക്കോട് ഡെവലപ്പ് ചെയ്തു. കൊച്ചിയിൽ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള കടവന്തറയിൽ നല്ലൊരു ഓഫീസ് അവിടെ ഡെവലപ്പായി. കാക്കനാട് 2.5 ഏക്കർ സ്ഥലത്ത് 300 ഫ്ലാറ്റ് ഉള്ള ഒരു സമുച്ചയം, അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി ഞാൻ മാറുവാൻ ഇടയായിത്തു. അതിൻ്റെ 2013 ആണ് അത് സംഭവിക്കുന്നത്. 2014 ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ വൈഫിനെ റിസൈൻ ചെയ്ത് കുടുംബമായി അവർ 2014 മാർച്ച് മാസം ഇങ്ങോട്ട് വന്നു. അപ്പോഴത്തേക്കും പണി പൂർത്തിയായ വീട്ടിൽ ഞങ്ങൾക്ക് കുടുംബമായി താമസിക്കുവാൻ ദൈവം ഒരു നല്ല അവസരം തന്നു. സന്തോഷത്തോടെ എനിക്ക് കുടുംബമായി അവരെ കൊണ്ടുവരുവാൻ ദൈവം സഹായിച്ചു. ഇവിടെ നല്ലൊരു സ്കൂളിൽ കുട്ടികളെ ആക്കി നല്ല വാഹനവും ഒക്കെ ആയി ഞാൻ അങ്ങനെ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ 2014 പല പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു. എൻ്റെ കോഴിക്കോടുള്ള മാനേജർ എന്നെ പറ്റിച്ചു. ആ കമ്പനി പ്രോജക്റ്റുകളെല്ലാം അട്ടിമറിക്കപ്പെട്ടു. കൊച്ചിയിലുള്ള പ്രോജക്റ്റില് സാരമായ പ്രശ്നങ്ങൾ വന്നു. 300 കോടി രൂപയുടെ പ്രൊജക്റ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ പൈലിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവരെ പാർട്ട്ണർ ഹൈ പൊളിറ്റിക്സും ഹൈ ലെവൽ ടീമുകളൊക്കെ ആയതുകൊണ്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. അങ്ങനെയുള്ള സാഹചര്യം എന്ന് പറയുന്നത് പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ കൂടെയും ഗുണ്ടകളുടെ കൂടെയും ഒക്കെ സമയം ചെലവഴിക്കേണ്ടതായി എനിക്ക് വന്നപ്പോൾ രണ്ടും കൂടി നടക്കില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സുവിശേഷ വേലയും ജോലിയും നടക്കത്തില്ല. തീർച്ചയായിട്ടും ഞാൻ പറയാം, പലരും പറയും സുവിശേഷ വേലയോടുകൂടി നല്ലൊരു ജോലി ഉണ്ടല്ലോ, നല്ല ജോലി ചെയ്യാം, അതിനോടുകൂടി സുവിശേഷ വേല ചെയ്യാം. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ആരോടും സപ്പോർട്ട് മേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യത്തിന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എന്നെ പലരും എന്നോട് പറഞ്ഞു ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. കാരണം അനേകർ അന്നും എൻ്റെ സപ്പോർട്ടിനാൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ദൈവവേല ചെയ്യുന്ന ദൈവദാസന്മാർ ഉണ്ടായിരുന്നു. 2014 അവസാന സമയങ്ങളിൽ കോഴിക്കോട് താമസിക്കുമ്പോൾ 100 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞാൻ പോയി വരുന്ന സഭയിൽ നടക്കുന്നു. അതിൽ ഞാൻ പങ്കാളി ആകുന്ന അവസരത്തിൽ മത്തായിയുടെ ഏകദേശം 76-ാമത്തെ ദിവസം മത്തായിയുടെ മലാക്കി പ്രവചനം 2-ാം അധ്യായം എന്നോട് ദൈവം ഇടയായി. ഇപ്പോഴോ പുരോഹിതന്മാരെ ഈ ആജ്ഞ നിങ്ങളോടാകുന്നു. ആ വചനം എനിക്ക് ദൈവം തന്നപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്നെ എന്തിനാ പുരോഹിതൻ എന്ന് വിളിക്കുന്നത്? ഞാൻ ഒരിക്കലും പാസ്റ്റർ ആകാനോ പുരോഹിതനാകാനോ എനിക്ക് സമ്മതമല്ല. ഞാൻ ദൈവവേല ചെയ്യുന്നത് ജോലി ചെയ്തുകൊണ്ട് തന്നെ ദൈവവേല ചെയ്തു കൊള്ളാം എന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് എന്നെ എന്തിനാ വിളിച്ചത്? ദൈവത്തോട് സംസാരിച്ചു. ഞാൻ എൻ്റെ 2nd ഫ്ലോറിലുള്ള റൂമിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ദൈവത്തോട് സംസാരിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു, ഓക്കെ, എന്താ ഇനി പറയാനുള്ളത് എന്ന് നോക്കാം. അപ്പം മലാക്കി പ്രവചനം 2-ാം അധ്യായം അതിന് ശേഷമുള്ള വാക്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എന്താ, ഞാൻ നിങ്ങൾക്കുള്ള സന്തതിയെ വത്സിക്കുകയും ചാണകം, നിങ്ങളുടെ ഉത്സവങ്ങളിലെ ചാണകം തന്നെ നിങ്ങളുടെ മുഖത്ത് വിതറുകയും അവർ നിങ്ങളെ അതിനോടുകൂടി കൊണ്ടുപോവുകയും ചെയ്യും. നിങ്ങൾ കേട്ടനുസരിക്കുകയും എൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം മനസ്സ് വയ്ക്കുകയും ചെയ്യാഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപം അയച്ച് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ ശപിക്കും. ഇത് എന്നോട് സംസാരിക്കുന്നത് പോലെ തോന്നി. ഞാൻ എൻ്റെ മനസ്സിലേക്ക് വന്നു, എൻ്റെ കോഴിക്കോടുള്ള കമ്പനി അത് നഷ്ടപ്പെടുവാൻ കാരണമായി തീർന്നത് ഒരു പക്ഷേ ഇതാണോ? കൊച്ചിയിലുള്ള പ്രൊജക്റ്റ്
പ്രശ്നത്തിലാകുവാൻ കാരണം ഇതാണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ തലമുറയിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവമേ ഞാൻ തീരുമാനമെടുക്കുന്നു എന്ന് പറഞ്ഞ് ആ മുറിയിൽ ഞാൻ ആരോടും പറയാതെ ദൈവസ്ഥനെ തീരുമാനമെടുത്തു. ഇന്നു മുതൽ ഞാൻ കർത്താവിന്റെ വേല സമ്പൂർണമായി ചെയ്യുവാനിടയായിത്തീരും. ദൈവവേലയോടുകൂടി അല്ലെങ്കിൽ ജോലിയോടുകൂടി ദൈവവേല ചെയ്യാം എന്ന് പറയുന്ന പലരും ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന വിധം എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത്, ഒരിക്കലും ദൈവവേലയ്ക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മറ്റൊരു ജോലിയിൽ തുടരുവാൻ കഴിയുകയില്ല. അന്ന് എൻ്റെ ശമ്പളം ഇന്ത്യയിലായിരുന്നപ്പോഴും 50,000 ദിറംസ് ആയിരുന്നു എൻ്റെ പേയ്മെന്റ്. അവിടെ നിന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. 50,000 ദിറംസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ എമൗണ്ട്. എൻ്റെ കുടുംബം നോക്കുമ്പോൾ, എൻ്റെ ചരിത്രം നോക്കുമ്പോൾ, എൻ്റെ പഠിപ്പ് നോക്കുമ്പോൾ, എൻ്റെ സാഹചര്യം നോക്കുമ്പോൾ എനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു. പക്ഷേ ഈ ദൈവവചനം എന്നോട് ഇടപെട്ടപ്പോൾ ഞാൻ അന്ന് തീരുമാനമെടുത്തു, ഇന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ പൂർണ്ണമായി ഇറങ്ങുന്നുവെന്ന്. ഞാൻ വാതിൽ തുറന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വൈഫ് താഴെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, ബെൻസി, ഇന്നൊരു പുതിയ തീരുമാനം. എന്താണ് ഇന്നത്തെ തീരുമാനം? കാരണം ഞാൻ തീരുമാനങ്ങളുടെ ആളാണ്. തീരുമാനങ്ങൾ എടുക്കും, പൂർത്തീകരിക്കും. അതിനുള്ള സ്ട്രഗിളിൽ പിന്നെ ഉപവാസവും പ്രാർത്ഥനയും. എൻ്റെ ഓരോ ഷിഫ്റ്റിലും എൻ്റെ ഫാമിലി ഒത്തിരി സഫർ ചെയ്തു. ഞാൻ എൻ്റെ വൈഫിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ എല്ലാ മേഖലയിലും ഒരുമിച്ച് നിന്ന് നല്ല സപ്പോർട്ട് തരുവാൻ അവളെ സർവശക്തനായ ദൈവം സഹായിച്ചു. കോഴിക്കോട്ടേക്കുള്ള ഷിഫ്റ്റിങ്ങിലാണെങ്കിലും അവിടെ നിന്നുള്ള യാത്രകൾ, പല രാത്രികൾ അവര് ഒറ്റയ്ക്ക് അവിടെ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. 15 ദിവസം ഇവിടെ ആകുമ്പോൾ അവർ ഒറ്റയ്ക്കായിരിക്കും. ആ സാഹചര്യത്തിലും ആത്മീയമായിട്ട് അവള് വളരുകയും നല്ലൊരു ചർച്ച ആയിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അവിടെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും രാഷ്ട്രീയങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ അതിലൊന്നും നോക്കാറില്ല. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ നോക്കുകയും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ആ സഭയിൽ നിന്ന് ആത്മീയ സപ്പോർട്ട് ലഭിക്കുവാനും ഇടയായി തീർന്നു. ഈ ബെൻസി മുമ്പിൽ നിൽക്കുന്നു. ഞാൻ ബെൻസിയോട് പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ കർത്താവിന്റെ വേല പൂർണ്ണമായി ചെയ്യാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ദൈവം മൂടി വെച്ചതാണോ അതോ വെളിപ്പെടുത്തി കൊടുക്കാത്തതാണോ എന്താണെന്നറിയില്ല. അപ്പോൾ എൻ്റെ ഭാര്യ ബെൻസി പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞു. അതിന് ശേഷം പലപ്പോഴും അവൾ മാറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രതികൂല സാഹചര്യം അന്ന് വരുമ്പോൾ, അന്ന് ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങുന്ന സമയത്തിൽ ഞാൻ അന്നേരം തന്നെ സായിപ്പന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ റിസൈൻ ചെയ്യുകയാണ്, ഞാൻ പൂർണ്ണസമയ സുവിശേഷകനായി മാറുകയാണ്, നിങ്ങൾക്ക് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാം. അവർ പറഞ്ഞു, കമ്പനി ക്ലോസ് ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ട, നീ ഇല്ലാത്ത കമ്പനി നമുക്ക് ഇന്ത്യയിൽ വേണ്ട, ക്ലോസ് ചെയ്തോളാൻ പറഞ്ഞു. അത് ക്ലോസ് ചെയ്യാൻ തക്കോണം 6 മാസം എടുത്തു. എംപ്ലോയീസിനെല്ലാം പറഞ്ഞു വിട്ടു, ഓഫീസുകളെല്ലാം ക്ലോസ് ചെയ്തു. ഒത്തിരി നഷ്ടങ്ങൾ വന്നു. പലരും ചെക്കുകൾ തന്നില്ല, ബൗൺസായി, ആ ചെക്കുകൾ നഷ്ടപ്പെട്ടു. ഇന്നും തരാതിരിക്കുന്ന ചെക്കുകൾ എൻ്റെ അലമാരക്കകത്തിരിപ്പുണ്ട്. 10 വർഷം കഴിഞ്ഞപ്പോഴും ഇപ്പോഴും മാറാത്ത ചെക്കുകൾ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ലക്ഷങ്ങളുടെ ചെക്കുകളുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ നോക്കുന്നില്ല, വിഷമിക്കുന്നില്ല. അന്ന് എടുത്ത തീരുമാനം അത് ദൈവത്തിന്റെ കൃപയാൽ വലിയ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഇപ്പോഴോ പുരോഹിതന്മാരെ എന്നൊരു വിളിക്ക് വേണ്ടി, ആ വിളിയിൽ ഞാൻ എടുത്ത തീരുമാനം ദൈവം എന്നെ കൊണ്ടുവരുവാൻ ഇടയായിട്ടുണ്ട്. ഞാൻ ഇവിടെയൊക്കെ പറയുന്നത്, ഏതൊരു സാഹചര്യമാണെങ്കിലും നാം പ്രവാചകന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരി, മറ്റു വ്യക്തികളിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരി ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് ഇരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളോട് ലിറ്ററലി ദൈവവചനത്തിൽ കൂടി സംസാരിക്കും. അതിനൊരു മാറ്റവുമില്ല. ആ ദൈവവചനത്തിൽ കൂടി നമ്മളോട് സംസാരിക്കുമ്പോൾ ആ ദൈവവചനം നാം ഏറ്റെടുത്ത് അതിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മോട് കൂടെ ഉണ്ടാകുവാനിടയായിത്തീരും. ദൈവമാണോ വിളിച്ചത്, ദൈവത്തിന്റെ നോട്ടം നമ്മുടെ മേലുണ്ടാകുവാൻ ഇടയായിത്തീരും. ഞാൻ നോക്കണമേ, അങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ഞാൻ എൻ്റെ കോഴിക്കോടുള്ള സഭയിലെ സീനിയർ പാസ്റ്ററോട് പറഞ്ഞു. സീനിയർ പാസ്റ്ററോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, സന്തോഷം എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് പെട്ടെന്ന് എൻ്റെ വൈഫിന്
കോഴിക്കോട് എയർപോർട്ടിൽ ഒരു ജോലി കിട്ടി, ഖത്തർ എയർവേസ് ജോലി കിട്ടി. അവൾ ആ ജോലിക്ക് കയറി. ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഡെപ്പോസിറ്റും ഇല്ലായിരുന്നു. എൻ്റെ വീട് പണിതു, ഒരു കടവും ഇല്ലായിരുന്നു. 5 പൈസ കടവും, കടം എന്ന് പറഞ്ഞ വാഹനത്തിന്റെ ലോൺ അല്ലാതെ മറ്റൊന്നും എനിക്ക് ഇല്ലായിരുന്നു. എൻ്റെ കയ്യിൽ അത്യാവശ്യം ചെലവഴിക്കാനുള്ള വളരെ കുറച്ച് 1-2 ലക്ഷം രൂപ മാത്രമേ എൻ്റെ കയ്യിൽ അന്നേരം ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഇന്ന് കമ്പനി സെറ്റിലൊക്കെ ആവുന്ന അവസരത്തിൽ ഞാൻ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു. അതിനുശേഷം കുറച്ച് സ്ഥലമൊക്കെ വിറ്റിട്ടാണ് ഞാൻ എൻ്റെ കുറച്ച് എംപ്ലോയീസിനെ പറഞ്ഞു വിടുവാൻ ഒക്കെ ഇടയായി തീർന്നത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പുതിയ പ്രവർത്തനം എടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഞാൻ ബേപ്പൂർ എന്ന സ്ഥലം തിരഞ്ഞെടുത്തു. ബേപ്പൂർ എന്ന വില്ലേജിൽ ഒരു സുവിശേഷനും വർക്ക് ചെയ്യുന്നില്ല, അവിടെ ഒരു സഭയുമില്ല. അവിടെ ഒരു പ്രവർത്തനം തുടങ്ങുവാൻ ആഗ്രഹത്തോടുകൂടി ഞാൻ 2014 ആ സ്ഥലം തിരഞ്ഞെടുത്തു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി അന്നേരം തന്നെ തിരഞ്ഞെടുത്തു. 2015 അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചത്. അവിടെ ആരംഭ സമയങ്ങളിൽ ഗൾഫിൽ നിന്ന് വന്ന വ്യക്തി, അനേക സഭകളെ സപ്പോർട്ട് ചെയ്ത വ്യക്തി എന്ന നിലയിൽ എനിക്കാരും പൈസ തരത്തില്ല, വാടക തരത്തില്ല, എനിക്ക് അങ്ങോട്ട് ചോദിക്കാനും പറ്റത്തില്ല. ഞാൻ വളർന്ന സാഹചര്യം ഒക്കെയും എനിക്ക് നന്നായി അറിയാമായിരുന്നു. എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയാൻ ആരോടും എനിക്ക് പറ്റില്ലായിരുന്നു. എന്നാൽ ദൈവം എല്ലാത്തിനും സാഹചര്യം ഒരുക്കി. എൻ്റെ കുടുംബസ്വത്ത് ഞാൻ വിറ്റു, ബാങ്കിലിട്ടു, അതെടുത്ത് വാടക കൊടുത്തു. നല്ലൊരു ബിൽഡിംഗ്, ഓഡിറ്റോറിയം എനിക്ക് ലഭിച്ചു. 30,000 രൂപ വാടകയ്ക്ക് ബേപ്പൂരിൽ ഒരു സ്ഥലം എനിക്ക് കിട്ടി. ഞങ്ങൾ അവിടെ ഞാൻ പയനിയറിംഗ് വർക്ക് ചെയ്തു. ദൈവദാസന്മാരെ, മക്കളെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ വേല ചെയ്യുന്നെങ്കിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി മാത്രം ചെയ്യുവാനിടയായിത്തീരണം. ദൈവത്തിൽ ആശ്രയിച്ച് മാത്രം ചെയ്യുവാനിടയായിത്തീരണം. ദൈവ കൃപയിലും ദൈവ സ്നേഹത്തിലും നിലനിൽക്കുവാനൊക്കെ ഇടയായിത്തീരണം. കർത്താവിനെ മാത്രം വിളിച്ചിറങ്ങിയത് കൊണ്ട് ദൈവം വലിയൊരു സാഹചര്യം അവിടെ എനിക്ക് ഉണ്ടാക്കി തന്നു. ആദ്യത്തെ 3 വർഷം ഞാൻ എൻ്റെ ഭാര്യയുടെ വീട് ഞാൻ നേരത്തെ വിട്ടുപോയി. തിരുവല്ല നെർണത്താണ് എൻ്റെ ഭാര്യയുടെ വീട്. ഭാര്യയുടെ വീട്ടിൽ പോലും 3 വർഷം പോയിട്ടില്ല. എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് ഞാൻ ബേപ്പൂരിലെത്തും. എൻ്റെ വീട്ടിൽ നിന്നും 15 കിലോമീറ്ററാണ് ദൂരം. അവിടെ എത്തും. അവിടെ വണ്ടിയിൽ കിടക്കും, നടക്കും, പ്രാർത്ഥിക്കും, അവിടെ കടയിൽ കയറിയിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ വാടകയ്ക്കെടുത്തിരിക്കുന്ന ഈ സ്ഥലത്ത് ഇരിക്കും. അവിടെ പ്രെയർ ഡ്രൈവ് നടത്തും, പ്രെയർ വാക്ക് നടത്തും. ദൈവത്തിന്റെ കൃപയാൽ ആദ്യത്തെ 3 മാസം കഴിഞ്ഞപ്പോൾ 7 പേര് അവിടെ നിന്ന് സ്നാനപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. 3 മാസത്തിന് ശേഷം ഒരു രസകരമായ ഒരു സംഭവം ഉണ്ടായി. ചർച്ചിലെ 8 പേര് ഞങ്ങളെല്ലാം കൂടി ആരാധിക്കുന്ന ഒരു സാഹചര്യം. സ്നാനം നടക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് 12 ഹിന്ദിക്കാര് ചർച്ചിലേക്ക് കടന്നു. അന്നത്തെ ആരാധന അലങ്കോലമായി. കാരണം എനിക്ക് ഹിന്ദി ലേബേഴ്സിനോട് സംസാരിച്ചറിയാം, അല്ലാതെ വേറെ ഒന്നും അറിയില്ല. ഹിന്ദി പാട്ടൊക്കെ പാടി ഞാൻ അന്നത്തെ ആരാധന നീക്കി. അന്ന് ദൈവത്തോട് ദൈവസേനയിൽ പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, ജോണി, ഇത് കൾച്ചർ വ്യത്യാസമുണ്ട്, രീതി വ്യത്യാസമുണ്ട്, ഒരു പുതിയ ആരാധന തുടങ്ങണം എന്ന് ദൈവം എന്നോട് വ്യക്തമായി സംസാരിച്ചു. പിറ്റേ ആഴ്ച മുതൽ ഞാൻ ഹിന്ദി ചർച്ച് അവിടെ തുടങ്ങുവാൻ ദൈവം എന്നെ സഹായിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ദൈവത്തിന്റെ വലിയ കൃപ എന്നോട് കൂടി ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്വപ്നം കണ്ടത് എൻ്റെ തല വെട്ടുന്നതാണ്. ഞാൻ പറഞ്ഞു, എന്നാ ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഇത്രയും വലിയ സുവിശേഷകൻ ബേപ്പൂര് വന്ന് തല വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കുറിച്ച് എല്ലാവരും പറയും, കർത്താവേ നന്ദി, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, എന്തായാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്നുള്ള നിലയിലാണ്. ഒത്തിരി പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ വന്നു. ഞാൻ സപ്പോർട്ട് ചെയ്ത ദേവദാസന്മാരിൽ നിന്ന് പലരിൽ നിന്നും സപ്പോർട്ട് കിട്ടാതായപ്പോൾ എന്നെ ദുഷിച്ചു പറഞ്ഞത് ഞാൻ കേട്ടു. എൻ്റെ സംഘടനയിലുള്ളവർ തന്നെ എനിക്ക് പ്രതികൂലമായിട്ട് നിന്നു. വളരെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ പലപ്പോഴും ഞാൻ ഇത് ക്വിറ്റ് ചെയ്യണം, ഇനി എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഈ
ജോലി നഷ്ടപ്പെട്ടു, സുവിശേഷ വേലയും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്താകുമെന്നുള്ള നിലയിൽ പല പ്രശ്നങ്ങൾ എല്ലാം എനിക്ക് പങ്കുവയ്ക്കുവാൻ പ്രയാസമുണ്ടെങ്കിലും അത്രമാത്രം പ്രയാസങ്ങൾ വന്നപ്പോൾ ആത്മഹത്യ ചെയ്യാം എന്നുവരെ ചിന്തിച്ച സാഹചര്യമുണ്ട്. അപ്പോഴൊക്കെയും ഒരു ദിവസം ഞാൻ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് എന്നെ ഒത്തിരി ദുഷി പറഞ്ഞ ഒരു സംഭവം ഉണ്ടായി. ഒരു സീനിയർ പാസ്റ്റർ എന്നെ ഒത്തിരി ദുഷി പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞ് വണ്ടി സൈഡിലേക്ക് ആക്കിയിട്ട് ഇരുന്നിട്ട് പറഞ്ഞു, കർത്താവേ മതി, ഇനി വേണ്ട. ഏലിയാവൊക്കെ ഇരുന്ന പോലെ, ചൂരച്ചെടിയുടെ കീഴിൽ ഇരുന്നത് പോലെ ഒക്കെ ഞാൻ ദൈവത്തോട്, ഇനി മതി, ഇനി ദൈവവേല ചെയ്യുന്നില്ല. ദൈവദാസന്മാർക്ക് വേണ്ടെങ്കിൽ, ദൈവമക്കൾക്ക് വേണ്ടെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാ? അപ്പോഴേക്കും എൻ്റെ കൂട്ടത്തിൽ അനേകർ സ്നാനപ്പെട്ടു. എല്ലാ മാസവും സ്നാനങ്ങൾ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന അവസരമായിരുന്നു. അപ്പോൾ എന്നോട് ദൈവം ചോദിച്ചു, നിന്നെ ആരാ വിളിച്ചത്? ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ചത് അല്ല, ഇപ്പോഴോ പുരോഹിതന്മാരെ എന്ന് പറഞ്ഞ് എന്നെ കർത്താവാ വിളിച്ചത്. പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത്? ഞാനല്ല നിന്റെ കൂടെയുള്ള എന്നൊരു അശരീരി പറയുന്നത് പോലെ എനിക്ക് എൻ്റെ ശരീരത്തിൽ എനിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഞാൻ തീരുമാനമെടുത്തു, എന്തു ചെയ്താലും ഈ ദൈവത്തിന്റെ വേല ഇനി മരിക്കുന്നത് വരെയും ആത്മഹത്യ ചെയ്യത്തില്ല, ഉപേക്ഷിച്ചു പോകത്തില്ല, ദൈവവേലയിൽ തുടർന്നു പോകുമെന്ന് ഉറച്ച തീരുമാനമെടുത്തു. അത്ഭുതം, ദൈവം എന്നെ സഹായിച്ച വിധങ്ങൾ ഇതാണ്. 3 വർഷം ബേപ്പൂരിൽ പ്രവർത്തിച്ചത് മൂലം UP, ഒറീസ, ബീഹാർ, കർണാടക, തമിഴ്നാട്, കേരള, ഈ ദേശങ്ങളിലുള്ള ആളുകൾ, ബേപ്പൂരിലുള്ളവരും അതിൻ്റെ അകത്ത് ക്രിസ്ത്യാനികളും നാമമാത്ര ക്രിസ്ത്യാനികളും ഹൈന്ദവരും മുസ്ലിങ്ങളുമായ 130 പേരെ സ്നാനപ്പെടുത്തിയെടുക്കുവാൻ കർത്താവ് എനിക്ക് ആ പയനീറിംഗ് സ്റ്റേഷനിൽ ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന് വലിയൊരു വിശ്വസ്തതയായിരുന്നു. 5 പൈസയും ഒരു സഭയിലും ഞാൻ പോയി പ്രസംഗിച്ച് പണം മേടിച്ചിട്ടില്ല. ഒരു സ്ഥലത്തേക്ക് ഞാൻ കത്തുകൾ അയച്ചില്ല. ആരോടും 5 പൈസ പോലും വായ്പ പോലും മേടിച്ചിട്ടില്ല. ഒരു ലോൺ എടുത്തിട്ടില്ല. ഒരു ക്രെഡിറ്റ് കാർഡ് പോലും ഉപയോഗിച്ചിട്ടില്ല. ഇന്ന് വരെയും ഒരു 10 രൂപ പോലും എൻ്റെ കയ്യിൽ പൈസയില്ല, തരണമെന്ന് പറഞ്ഞ് ചോദിച്ച് മേടിച്ച ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നാൽ വിശ്വാസത്താൽ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്ന്, അല്ലെങ്കിൽ സഭയിൽ കൊണ്ടുവന്ന് തന്ന്, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ച് എന്നെ അറിയാത്ത, ഞാൻ അറിയാത്ത പലർ പല സാഹചര്യങ്ങളിൽ കൂടി എന്നെ സഹായിച്ചു. 30,000 രൂപ വാടക, 10,000 രൂപ അവിടെ പാസനേജിന്റെ വാടക, ഒരു ഓഫീസ് പോലെ, അങ്ങനെ ഏകദേശം 50,000-60,000 രൂപ ഒരു മാസം ചെലവ് വരുന്ന ആ സാഹചര്യം. എന്നാൽ കോവിഡിന്റെ തൊട്ട് മുമ്പ് വരെ 200 പേരോളം ആരാധിക്കുന്ന ഒരു ആരാധന കൂട്ടം 2 സർവീസായി അവിടെ നടത്തുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു. വളരെ സന്തോഷകരമാണ്. അനേകരെ സ്നാനപ്പെടുത്തുമ്പോൾ, ഒരു വ്യക്തിയെ സ്നാനപ്പെടുത്തുമ്പോൾ സ്വർഗം സന്തോഷിക്കുക, ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ ദൈവം സന്തോഷിക്കുക. അന്യ സംസ്ഥാന തൊഴിലാളിയുടെ ഇടയിൽ ശ്രദ്ധ കേന്ദ്രീകരിപ്പാനിടയായി തീർന്നു. വലിയ മാറ്റങ്ങൾ ദൈവം എനിക്ക് ശുശ്രൂഷയിൽ എനിക്ക് തരുവാൻ ദൈവം എന്നെ സഹായിച്ചു. വിശ്വാസത്തിലേക്ക് വന്ന സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ. മറക്കാനാവാത്ത സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കൂടുതലും ശുശ്രൂഷയിലും അല്ലാത്ത സമയത്തൊക്കെയും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കോവിഡിന്റെ സമയത്തുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. കോവിഡ് വരുന്നതിന് തൊട്ട് മുമ്പ് എന്നെ ഒരു കോൺഫറൻസിന് വിളിച്ചു. കോൺഫറൻസ് അല്ല, എനിക്കൊരു ട്രെയിനിങ് തരാൻ വേണ്ടി അമേരിക്കയിലുള്ള ഹവായി എന്ന സ്ഥലത്ത്. അപ്പോൾ എനിക്ക് ഇൻവിറ്റേഷൻ തന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരികയാണെങ്കിൽ ആദ്യ മാസങ്ങളിൽ വരണം, അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒരിക്കലും വരാൻ എനിക്ക് കഴിയില്ല. കാരണം പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അതാണ് ദൈവ നിയോഗം കിട്ടിയത്. പെട്ടെന്ന് അവർ പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് വരാം. അപ്പോൾ എനിക്ക് ഓൾറെഡി ദുബായിൽ നിന്ന് എടുത്ത വിസയുണ്ട്, 10 വർഷത്തെ അമേരിക്കൻ വിസയുണ്ട്, അതുകൊണ്ട് വിസയുടെ ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ 15 ദിവസം കൊണ്ട് അവര് ടിക്കറ്റ് എനിക്ക് അയച്ചു തന്നു. ഞാൻ ഫെബ്രുവരി
ലാസ്റ്റിൽ അമേരിക്കയ്ക്ക് പോയി. 28 ദിവസത്തെ കോൺഫറൻസ് ആയിരുന്നു. അവിടെ ചെന്ന് 20 ദിവസം കഴിഞ്ഞപ്പോൾ ലോക്ക്ഡൗൺ ആയി, രാജ്യങ്ങളെല്ലാം അടച്ചു. ആ ലോക്ക്ഡൗണിൽ അമേരിക്കയുടെ പർദീസ എന്ന് അറിയപ്പെടുന്ന ഹവായിൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ, ആ സ്ഥാപനത്തിൽ ഹഗായി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 100 ദിവസം അവിടെ നിന്നു. ആ 100 ദിവസം എൻ്റെ ശുശ്രൂഷയുടെ അവസ്ഥകൾ ദൈവം മാറ്റി. എന്നെ ലോകപരമായിട്ടുള്ള പല കാര്യങ്ങൾ എന്നെ ദൈവം പഠിപ്പിച്ചു. വലിയ തീരുമാനങ്ങൾ എടുത്തു. എനിക്ക് ഉണ്ടായിരുന്ന വീട്, ഈ 10 സെന്റ് സ്ഥലവും എൻ്റെയും ഭാര്യയുടെയും പേരിലായിരുന്നു. അതുകൊണ്ട് അതൊഴികെ ബാക്കി ഉണ്ടായിരുന്നതെല്ലാം കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അതൊക്കെ ദൈവവേലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. എന്നോട് ദൈവം പറഞ്ഞു, കപ്പൽ കാലിയാക്കിക്കോളാൻ പറഞ്ഞു. പൗലോസിനോട് പറയുന്ന പോലെ പറഞ്ഞു, കപ്പൽ കാലിയാക്കിക്കോ, ഒരു പക്ഷേ ഒരു തിണ്ടിൽ പോയി ഇടിക്കാം, പക്ഷേ ഇതൊന്നും അവസാനം ആകത്തില്ല എന്നുള്ള വ്യക്തമായ ധാരണ അവിടെ ആയിരുന്നപ്പോൾ ഞാൻ ആർട്ടിക്കിളുകൾ എഴുതാൻ തുടങ്ങി. സുവിശേഷത്തിന്റെ വിഷൻസ് മാറി, ഏരിയകൾ മാറി. ഞാനായിരുന്ന സംഘടനയിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്യുവാനുള്ള റിസൈൻ ലെറ്റർ എഴുതി. വ്യക്തിപരമായ ദർശനം ഏറ്റെടുത്തു. മഹാനിയോഗത്തിന്റെ ദൗത്യവുമായി മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ കോവിഡിന് ശേഷം എനിക്ക് കോവിഡ് വന്നില്ല. ദൈവത്തിന്റെ കൃപയാൽ ഇവിടെ അമേരിക്കയിൽ നിന്നും ഇവിടെ എത്തി. ക്വാറന്റൈൻ കഴിഞ്ഞ് എൻ്റെ ഹിന്ദി ചർച്ച് 150 പേരുണ്ടായിരുന്ന ഹിന്ദി ചർച്ച് 0 ആയി. എല്ലാവരും തിരിച്ചുപോയി. അവരുടെ ഗ്രാമങ്ങളിൽ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഞാൻ പഠിപ്പിച്ചതൊക്കെയും അവരവിടെ പഠിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു, ഞാനും വരുന്നു എന്ന് പറഞ്ഞു. ഇവിടുന്ന് വാഹനം ഓടിച്ച് ഞങ്ങൾ ബീഹാറിലേക്ക് പോയി. ഇവിടെ കോവിഡ് നടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കാൻ പോലും പറ്റാത്ത അവസരത്തിൽ, ചർച്ച് ഇവിടെ ക്ലോസ് ആയിരുന്ന അവസരത്തിൽ, ഓൺലൈൻ പ്രാർത്ഥനകൾ നടക്കുന്ന അവസരത്തിൽ ബീഹാറിൽ പോയി 1200 പേരുടെ കൺവെൻഷൻ നടത്തുവാൻ ദൈവം എന്നെ സഹായിച്ചു. ആ വർഷം ജനുവരി മാസം 1-ാം തീയതി 54 പേരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ബീഹാറിൽ വെച്ച് ഞാൻ സ്നാനപ്പെടുത്തി. അവിടെ ബീഹാറിൽ ഇപ്പോൾ 4 വർക്കേഴ്സ് ഉണ്ട്, 6 പ്രവർത്തന സ്ഥലങ്ങളുണ്ട്. എൻ്റെ ഒരു വിശ്വാസി, ഞാൻ പഠിപ്പിച്ച വ്യക്തി ബാംഗ്ലൂരിൽ പോയി താമസിക്കുന്നു. ബാംഗ്ലൂരിൽ അവൻ സഭ തുടങ്ങി. ജിഗ്നിയിൽ ഒരു ചർച്ചുണ്ട്, അവിടെ ആയിരിക്കുന്നു. അങ്ങനെ കോവിഡിന് ശേഷം സഭാസ്ഥാപന മുന്നേറ്റം എന്ന നിലയിൽ ദൈവം എന്നെ ഉപയോഗിച്ചു. ആരംഭ സമയങ്ങളിൽ ഡിസൈപ്പിൾ മേക്കിംഗ് ശുശ്രൂഷയായിരുന്നു. അനേകരെ ഡിസൈപ്പിൾ ആക്കുവാൻ ദൈവം സഹായിച്ചു. സുവിശേഷീകരണത്തിന്റെ ദൗത്യങ്ങളെ കുറിച്ചുള്ള അറിവുകൾ കിട്ടി. കോവിഡിന് ശേഷം ദൈവം എന്നെ മറ്റൊരു ദിശയിലേക്ക് പറഞ്ഞു വിട്ടു. ഇപ്പോഴും ഞാൻ ബേപ്പൂർ സഭയുടെ സീനിയർ ശുശ്രൂഷകനാണ്. എൻ്റെ കൂടെ 5 സ്റ്റാഫ് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ശക്തമായ നിലയിൽ മാപ്പിള മലയാളം എന്ന ഒരു മലയാളം ബൈബിൾ ട്രാൻസ്ലേഷൻ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളുടെ ഉദ്ദേശം മാപ്പിള സമൂഹത്തിനിടയിൽ ചർച്ചകൾ ഉണ്ടാകണം എന്നുള്ള ദർശനത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ഈ ദർശനം എനിക്ക് കിട്ടി. സർവേ ചെയ്തു, കോഴിക്കോട് ജില്ലയുടെ സർവേ ചെയ്തു, പ്രവർത്തനമില്ലാത്ത ഏരിയകൾ കണ്ടു, അവിടെ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഉദ്യമങ്ങൾ നടത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പല ഗ്രേറ്റ് കമ്മീഷൻ സെമിനാറുകൾ, വലിയ സെമിനാറുകൾ നടത്തി. 400 പേരുള്ള, 100 പേരുള്ള, 10 പേരുള്ള, 2 പേരുള്ള, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒക്കെ സെമിനാറുകൾ നടത്തി, കോൺഫറൻസുകൾ നടത്തി. അനേക ആളുകളുമായി റീച്ച് ഔട്ട് ചെയ്യുവാൻ മലബാറിൽ ദൈവം എനിക്ക് വലിയൊരു അവസരം ഒരുക്കി തന്നു. കേരള ഗ്രേറ്റ് കമ്മീഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി എല്ലാ ജില്ലകളിലും സുവിശേഷകന്മാരെ കോർഡിനേറ്റർമാരാക്കി നിർത്തുവാൻ ദൈവം സഹായിച്ചു. എങ്ങനെ ഒരു സഭ സ്ഥാപിക്കണം, എങ്ങനെ ഒരു പ്രവർത്തനം തുടങ്ങണം, എങ്ങനെയാണ് സുവിശേഷീകരണത്തിന്റെ തുടക്കം തുടങ്ങേണ്ടത്, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം പ്രകാരം എങ്ങനെയാണ് സഭ സ്ഥാപിക്കപ്പെടേണ്ടത്, എങ്ങനെയാണ് ഞാൻ ബേപ്പൂരിൽ സഭ സ്ഥാപിച്ചത്, റീച്ച് ഔട്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയും പഠിപ്പിക്കുന്ന ഒരു വലിയ ശൃംഖല ഉണ്ടാക്കിയെടുക്കുകയും ഇന്ന് മലബാറിൽ 985 സുവിശേഷകന്മാർ ആ പഠനത്തിന്റെ ഭാഗമായി പഠിക്കുകയും 150 പേർ
1 വർഷത്തെ കോഴ്സ് പൂർത്തീകരിക്കുകയും ഇപ്പോൾ ഞാൻ മലബാർ കോളേജ് ഓഫ് മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു കോളേജ് ഓഫ് മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുകയും അതിൻ്റെ ആരംഭ ക്ലാസ്സുകൾ ജൂൺ മാസത്തിൽ ആരംഭിക്കുകയും ചെയ്യുകയാണ്. കോഴിക്കോട് ടൗണിൽ മലബാറിൽ എൻ്റെ വൈഫ് കോവിഡിന് ശേഷം ജോലിക്ക് പോകാതെ കിട്ടിയ ദർശനം അനുസരിച്ച് ഷാലോം ബുക്ക് സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു ബുക്ക് സ്റ്റോർ, കാരണം കോഴിക്കോട് ഒരു ബൈബിൾ വാങ്ങണമെങ്കിൽ ഞങ്ങൾ തിരുവല്ലയിലോ കോട്ടയത്തോ എറണാകുളത്തോ പോകണമായിരുന്നു. എന്നാൽ ആ ബൈബിളുകൾ കോഴിക്കോട് ലഭ്യമാക്കണം എന്നുള്ള നിലയിൽ ബൈബിൾ സൊസൈറ്റിയുമായി ടൈഅപ്പിൽ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സ്ഥാപനം കഴിഞ്ഞ 5 വർഷമായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ക്രിസ്ത്യൻ ക്ലബ്ബ് ഇവിടെ ഫോം ചെയ്തു. പല നിലയിൽ ബൈബിൾ ട്രാൻസ്ലേഷൻ കാര്യങ്ങൾ ചെയ്യുന്നു. ഹിന്ദി ചർച്ച് ഇവിടെ നടക്കുന്നു. ഇവിടെയും കോഴിക്കോടും ബാംഗ്ലൂരും ബീഹാറിലും സുവിശേഷ പ്രവർത്തനങ്ങൾ പല പ്രാവശ്യം 8 പ്രാവശ്യം എനിക്ക് ബീഹാറിൽ പോകുവാനും അനവധി സ്നാനങ്ങൾ അവിടെ നടത്തുവാനും അനവധി ക്രൂസേഡുകൾ അവിടെ നടത്തുവാനും ചില സ്ഥലങ്ങളിൽ ചർച്ചുകൾ പണിയാനും ചില സ്ഥലങ്ങളിൽ സഭകൾ സ്ഥലം മേടിക്കുവാനും സുവിശേഷന്മാരെ ശുശ്രൂഷയിലേക്ക് നിയമിച്ചാക്കുവാൻ ഒക്കെയും സർവശക്തനായ ദൈവം എന്നെ ഈ ചെറിയ കാലഘട്ടത്തിൽ സഹായിച്ചതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ വളരെ ക്രിയാത്മകമായ നിലയിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാകുവാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. നോക്കണമേ, ദൈവം തന്ന ശുശ്രൂഷയാണെങ്കിൽ അതിൻ്റെ അകത്ത് ദൈവത്തിന്റെ മേൽനോട്ടം ഉണ്ടാവും. ദൈവത്താൽ നിയമിക്കപ്പെട്ട എല്ലാ സാഹചര്യങ്ങളും പ്രൊവിഷൻസ് എല്ലാം ദൈവം തന്നെ നമുക്ക് ഒരുക്കി തരും. ദൈവം തന്ന ശുശ്രൂഷയാണെങ്കിൽ അതിൽ ദൈവം ആളുകളെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി ആക്കിവിടും. നോക്കണമേ, ഇപ്പോൾ നമ്മൾ ഒരു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരു റോഡ് വെട്ടുകയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ ആകുന്ന വ്യക്തികൾ അതിൽ മേൽനോട്ടം വഹിക്കുകയും അതിന് ആവശ്യമായ അപ്രൂവൽസ് എല്ലാം അതാത് സമയങ്ങളിൽ ലഭിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ വീടിന്റെ ചുറ്റും കുറച്ച് കോൺക്രീറ്റ് വാരിയിടുകയാണെങ്കിൽ, ആ റോഡ് വെട്ടുകയാണെങ്കിൽ അതിനൊന്നും ആരുടെ പെർമിഷൻ ഒന്നും വേണ്ട. ദൈവത്തിന്റെ ഒരു ദർശനം, ഗ്രേറ്റ് കമ്മീഷൻ, മഹാനിയോഗം എൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ഭൂമിയും ഭൂമണ്ഡലവും സുവിശേഷത്താൽ നിറയണം. അതിന് എൻ്റെ മലബാർ എന്ന എൻ്റെ ഒരു സ്വപ്നം, എനിക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്, മലബാർ മിനിസ്ട്രീസ് എന്ന അതിന് പേരിട്ടത്. വാഹനവുമായിട്ട് ഒത്തിരി പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയെങ്കിലും ഇപ്പോൾ ശിഷ്യന്മാരെ ഉണ്ടാക്കി സഭാ സ്ഥാപന മുന്നേറ്റമായി മാറുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വലിയ ടാർഗറ്റോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ആ ടാർഗറ്റുകളൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനെ പൂർത്തീകരിപ്പാൻ നോക്കണം ഇടയായി തീരും. ഇതുവരെയും നടത്തിയ ദൈവം അതിനെ പൂർത്തീകരിപ്പാൻ ദൈവം വിശ്വസ്തനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 1996 യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് 1999 കർത്താവിന്റെ കൽപ്പനയായ സ്നാനം ഏറ്റെടുത്ത് 2009 സുവിശേഷ വേലയുടെ 3 വർഷത്തെ ബൈബിൾ കോളേജ് പഠനം ദുബായിൽ നിന്നും പൂർത്തിയാക്കി 2014 സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് 2015 സുവിശേഷ പ്രവർത്തനങ്ങളുടെ ആരംഭം കുറിച്ച് ഇന്ന് 2026 പ്രശംസിപ്പാൻ ഒത്തിരി ഉണ്ടെങ്കിലും ദൈവത്തിന്റെ മഹാകരുണ മാത്രമാണ് എന്നെ ഇപ്പോഴും നിലനിർത്തുന്നതെന്ന് ഞാൻ പൂർണ്ണമായും ഇന്നും ഒരു രസകരമായ ദൈവിക വിടുതലിന്റെ സാക്ഷ്യം ഞാൻ പറയാം. ആ സാക്ഷ്യം ഇതാണ്. ഒരു ദിവസം എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, അച്ഛാ തൈര് മേടിച്ചോണ്ട് പോവാ. ഞാൻ പറഞ്ഞു, തൈര് മേടിക്കാൻ എൻ്റെ കയ്യിൽ ആക്ച്വലി പൈസ ഇല്ല, പക്ഷെ അത് പറഞ്ഞാൽ അത് പ്രശ്നമാവും, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു തൈര് കൂട്ടണ്ട എന്ന് പറഞ്ഞ് എൻ്റെ റൂമിലേക്ക് ഞാൻ കയറി വാതില് വലിച്ചടച്ചു. അപ്പോൾ വൈഫിന് മനസ്സിലായി പാസ്റ്റർ കലിപ്പിലാണ്. ഞാൻ വാതിൽ അടച്ചിട്ട് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ എനിക്ക് തൈര് മേടിക്കാനുള്ള പൈസ വേണം, അല്ലെങ്കിൽ ആ സാഹചര്യം വേണം. ഏകദേശം രാവിലെ കയറിയത് ഉച്ച 2 മണി വരെ ഏകദേശം ഞാൻ പ്രാർത്ഥനയിലും ദൈവത്തോടുള്ള സംസാരത്തിലും ദൈവവചന വായനയിലും ഞാൻ ഇടപെട്ടു. അല്പസമയം ഒന്ന് മയങ്ങിപ്പോയി. അതിനുശേഷം എഴുന്നേറ്റ് മൊബൈലിൽ നോക്കുമ്പോൾ എനിക്കൊരു മെസ്സേജ്, ബ്രദർ, ക്യാൻ യു ഗോ ടു വെസ്റ്റേൺ യൂണിയൻ ആൻഡ് കളക്ട് ദിസ് മണി? ദിസ് ഈസ് ഫോർ യുവർ ഫാമിലി പർപ്പസ് ഓൺലി.
ഫോർ ദ നെക്സ്റ്റ് 6 months. ആ അടുത്ത 6 മാസത്തേക്കുള്ള ഒരു തൈരിന്റെ പൈസയ്ക്ക് ബുദ്ധിമുട്ടിയപ്പോൾ ആരോടും ചോദിച്ചില്ല, ദൈവസേനയിൽ പ്രാർത്ഥിച്ചപ്പോൾ 6 മാസത്തേക്കുള്ള എൻ്റെ കുടുംബത്തിന്റെ പ്രൊവിഷൻസ് മുഴുവൻ അയച്ചു തരുവാൻ സർവശക്തനായ ദൈവം ഇടയായി. നാം ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ദൈവത്തിൽ ആശ്രയിക്കണം. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ഫീസ് അടയ്ക്കുന്നത്, അവരുടെ ജോലി, അവരുടെ കാര്യങ്ങള്, ഇതൊക്കെയും ഇന്നും ഓരോ നിമിഷവും സർവശക്തനായ ദൈവം അതാത് സമയങ്ങളിൽ ഒരുക്കി തരുന്നു. എനിക്കല്ല ടെൻഷൻ, എന്നെ വിളിച്ച് എന്നെ വേലക്കാക്കിയ എൻ്റെ കർത്താവിനാണ് എന്നെ കുറിച്ചുള്ള ടെൻഷൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് ഞാൻ ദൈവസേനയിൽ അയക്കുമ്പോൾ ഇന്ന് എനിക്ക് ഡെപ്പോസിറ്റ് ഇല്ല, 5 പൈസയും കടവുമില്ല. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നും വിശ്വാസത്തിൽ നിലനിൽക്കുന്നു. അനേക ഭൃത്യന്മാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. വിശ്വാസത്തിൽ നിലനിൽക്കുന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അനേക അവരുടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഇടപെടുന്ന രീതികൾ വ്യത്യസ്തമാണ്. എന്നാൽ അതിലുപരിയായി അതുപോലെ തന്നെ ഇന്നും ഈ കാലഘട്ടത്തിലും ദൈവം തന്റെ ഭക്തന്മാരെയും ശുശ്രൂഷകന്മാരെയും ദൈവത്തിന്റെ വേല ചെയ്യുന്നവരെയും പരിപാലിക്കുന്നുവെന്ന് ഒരു സാക്ഷ്യത്തിന്, ഉറപ്പിന് ഞാൻ തന്നെ ഒരു സാക്ഷിയാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ വൈഫ് UBS തിയോളജി പഠനം കഴിഞ്ഞ് നിലമ്പൂർ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ബൈബിൾ ട്രാൻസ്ലേഷന്റെ കൺസൾട്ടന്റായി അവൾ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവൾ ബുക്ക് സ്റ്റോറിന്റെ കാര്യങ്ങൾ നിൽക്കുന്നു. അവനാണ് അതിന്റെ ഓണർഷിപ്പ്. ഞാൻ സഭാ പരിപാലനത്തിൽ കേന്ദ്രീകരിക്കുന്നു, ബൈബിൾ ട്രാൻസ്ലേഷന്റെ ലീഡിങ് ചെയ്യുന്നു. അനവധി നെറ്റ്വർക്കുകൾ നമുക്ക് വേണ്ടിയിട്ട് ദൈവം ഉണ്ടാക്കി കൊണ്ടുവരുന്നു. ഞാൻ ചേർന്ന് നിൽക്കുന്ന ഫിലദൽഫിയ ഫെലോഷിപ്പ് ചർച്ച് ഓഫ് ഇന്ത്യയുടെ കേരള സ്റ്റേറ്റിന്റെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്നു. ശക്തമായ സുവിശേഷ മുന്നേറ്റങ്ങൾ നടത്തുവാൻ തീരുമാനം എടുത്ത് അതിൽ മുമ്പോട്ട് പോകാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിക്കുന്നു. ഞാൻ പറഞ്ഞതിൽ ഉപരിയായി അനേക ചെറുതും വലുതുമായ സാഹചര്യങ്ങൾ ദൈവം നടത്തിയതുണ്ട്. എങ്കിൽ തന്നെയും അതൊക്കെയും പറയുവാൻ സാഹചര്യം ഞാൻ എടുക്കാം. എനിക്ക് കുറച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ചൊക്കെ വിട്ടുപോയി. എങ്കിലും മറ്റൊരവസരങ്ങളിൽ അതിനെ പൂർത്തീകരിപ്പാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിക്കട്ടെ എന്ന് ഞാൻ ഓർക്കുകയാണ്. കർത്താവ് ഒരുക്കുന്ന എല്ലാ സാഹചര്യങ്ങളും, ഇതിന് മുമ്പും അരോമ TV പറയുന്നതിന് മുമ്പും എന്നോട് പലരും പറഞ്ഞു, ഒരു ഇന്റർവ്യൂ തരണം, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് മണി എഴുതി തരണം, അല്ലെങ്കിൽ ക്യാൻ ഐ റൈറ്റ് എ സ്റ്റോറി ഓഫ് യു, നിങ്ങളുടെ സ്റ്റോറി എഴുതട്ടെ. ഇങ്ങനെ ഒരു ബിസിനസ് മേഖലയിൽ നിന്നും ശുശ്രൂഷയിലേക്ക് വന്ന് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട് ഇന്ന് ഇപ്പൊ ഈ 10 വർഷം ആയപ്പോൾ 9 ചർച്ചും 330 പേരെ സ്നാനപ്പെടുത്താനുള്ള ദൈവകൃപയും കർത്താവ് എനിക്ക് തന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് വരുവാനുണ്ടായ സാഹചര്യമൊക്കെ എഴുതട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കുന്നു. പക്ഷേ അരോമ TVയുടെ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ സമയമായിരിക്കാം, ജസ്റ്റ് ഡു ഇറ്റ് എന്നൊരു നിയോഗം ദൈവം എനിക്ക് തന്നതുകൊണ്ട് എൻ്റെ ശുശ്രൂഷയിലെ ആദ്യത്തെ ഒരു ഇന്റർവ്യൂ ആണ്, അല്ലെങ്കിൽ ആദ്യത്തെ ടെസ്റ്റ് മണിയാണ് ഞാൻ പബ്ലിക്കിൽ കൊടുക്കുന്നത്. പബ്ലിക്കിൽ കൊടുക്കുന്നത് കൊണ്ട് പല പ്രയാസങ്ങളുണ്ടാകാം, എനിക്ക് തന്നെ നിഗളം വരാം, മറ്റ് ഉള്ളൊരു കേൾക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അയവർക്കും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ വരാം. എങ്കിലും ഞാൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. ദൈവം തന്ന കൺഫർമേഷൻ അനുസരിച്ചുകൊണ്ട് ഞാൻ ഇതിൽ പങ്കെടുത്തു. എൻ്റെ കാര്യം തുറന്ന് ഞാൻ പറഞ്ഞു. സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം പറയുവാൻ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കരുതുന്ന വ്യക്തിയാണ്. സർവശക്തനായ ദൈവം എന്നെ ഇത്രത്തോളം സഹായിച്ചുവല്ലോ. അരോമ TV നടത്തുന്ന ശ്രേഷ്ഠകരമായ മാതൃകാപരമായ മുന്നേറ്റങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും ഒക്കെയും സർവശക്തനായ ദൈവം സഹായിപ്പാൻ തക്കോണം ഇടയായിത്തീരട്ടെ. നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. സമമായിട്ടുള്ള സാഹചര്യങ്ങളിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു തടസ്സം നേരിടുന്ന സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ ഒരു അഡ്വൈസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാം സഹായിക്കും. എൻ്റെ സർവീസ് എല്ലാം സൗജന്യമാണ്. ദൈവം എനിക്ക് തന്ന കൃപ, സൗജന്യമായി തന്ന കൃപ സൗജന്യമായി ഉപയോഗിപ്പാൻ ദൈവം എനിക്ക് അവസരങ്ങൾ തരുന്നു.
ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. ഇത്രയും സമയം ഈ ചാനലിൽ കർത്താവെ അങ്ങ് എന്നെ നടത്തിയ വഴികളെ അയവിറക്കുവാൻ, അത് ദൈവിക സാക്ഷ്യമായി പറയുവാൻ ഒരവസരം കർത്താവ് തന്നുവല്ലോ. എന്നെ കേൾക്കുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ, കർത്താവെ, കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭാവി എന്താകും? ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് നിരാശ വരുന്നവർക്ക് ആശ്വാസമായി മാറുവാൻ ഇത് ഇടയാകട്ടെ കർത്താവേ. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കം. കർത്താവെ, അനേക ദേവദാസന്മാർ ഈ ലോകത്തിന്റെ നന്മകളെ ഉപേക്ഷിച്ച് പൗലോസിനെ പോലെ ഇറങ്ങുവാൻ, എന്നെ പോലെ ഇറങ്ങുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ദൈവദാസന്മാർ, ദൈവമക്കൾ, ശുശ്രൂഷകർ, വിശ്വാസി സമൂഹങ്ങൾ, അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരട്ടെ. എന്നെ അനുഗ്രഹിച്ച ദൈവം കർത്താവെ അവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക സാക്ഷ്യങ്ങൾ ഇതുമൂലം ഉണ്ടാകുവാൻ ഇടയായിത്തീരട്ടെ. സർവശക്തന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അരോമ ടിവിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ഡാനിയൽ ജോണിനായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിപ്പാൻ ഇടയായിത്തീരട്ടെ. സർവശക്തന്റെ കരങ്ങളിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും, ബെൻസി, അക്സ, ആരൻ, കർത്താവെ, കുടുംബത്തെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വവും അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. വന്നു. ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോണി ജോസഫ് അവറുകൾ. വളരെ അനുഗ്രഹിക്കപ്പെട്ട, ഹൃദയസ്പർശിയായ, നിഷ്കളങ്കമായ ഒരു തുറന്ന സാക്ഷ്യം, തുറന്ന ഹൃദയത്തോടുകൂടി കർത്താവിന്റെ മുൻപിൽ പ്രസ്താവിപ്പാൻ ദൈവഭൃത്തിനെ ദൈവം ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയിട്ടുന്നു. ഇങ്ങനെ ഒരു സാക്ഷ്യം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ കേൾക്കുന്നത്. നിരവധി സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട്, തികച്ചും ആത്മാർത്ഥമായി ദൈവം നടത്തിയ, ദൈവം കരം പിടിച്ചു കൊണ്ടുവന്ന അസാധാരണമായ അനുഭവങ്ങളുടെ ആ പാതകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും മറച്ചു വയ്ക്കാതെ, യാതൊരു വളച്ചുകെട്ടും ഏച്ചുകെട്ടുമില്ലാതെ ആത്മാർത്ഥമായി ഉള്ളതുള്ളതുപോലെ പറയുവാൻ ദൈവദാസനെ ദൈവം കൃപ ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാതാപിതാക്കന്മാർക്ക് ഓർത്തഡോക്സ് പാരമ്പര്യം അനുസരിച്ച് വേണമെങ്കിൽ മൂത്ത സഹോദരന് ഒരു പുരോഹിതനായി പോയി തീർച്ചയായിട്ടും ആ പാത തിരഞ്ഞെടുത്ത് അതേ പാതയിൽ വേണമെങ്കിൽ ആ ഒരു വിശ്വാസ പ്രമാണം അനുസരിച്ച് പോകാമായിരുന്നു. അങ്ങനെ ഒരു പക്ഷെങ്കിൽ പോകാൻ അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു നിലയിൽ നിലകൊള്ളാമായിരുന്നു. എന്നാൽ അതിൽ നിന്നുമൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് ദൈവത്തിന്റെ കാര്യപരിപാടിയിലേക്ക് ഒരാളിനെ ആ കുടുംബത്തിൽ നിന്ന് ദൈവത്തിന് ആവശ്യമായിരുന്നത് കൊണ്ട് ദൈവം തിരഞ്ഞെടുത്ത ആ തിരഞ്ഞെടുപ്പ് വളരെ വളരെ വേറിട്ട അനുഭവങ്ങളിലൂടെ ആയിരുന്നു എന്ന് മാത്രം. ഒരു പക്ഷെങ്കിൽ മൂത്ത സഹോദരൻ ഒരു പുരോഹിതനാകാൻ വേണ്ടിയിട്ട് ഇത്രയേറെ കടമ്പുകൾ ഒന്നും കിടക്കേണ്ടി വന്ന് കാണത്തില്ല. അദ്ദേഹം പഠനം കഴിഞ്ഞിട്ട് തുടർ പഠനത്തോടുള്ള ബന്ധത്തില് സെമിനാരിയിൽ പോയി പഠിച്ച് അദ്ദേഹം പുരോഹിതനായി. ഇന്നും ആ നിലയിൽ അദ്ദേഹം തുടരുന്നു. എന്നാൽ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ, ഒരു ദൈവദാസൻ എന്ന നിലയിൽ പരിണമിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് കടന്നുപോയതായ പാതകൾ എന്ന് പറയുന്നത് ഒരു തിയോളജിക്കൽ പഠിപ്പ് എന്നതിനേക്കാൾ ഉപരി ശരിക്കും ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ദൈവം എല്ലാ മേഖലകളിൽ കൊണ്ട് കാണിച്ചു, എല്ലായിടവും കൊണ്ട് കാണിച്ചു. ലോകത്തിൻ്റെതായ എല്ലാ സാഹചര്യങ്ങളും ബോധ്യപ്പെടുത്തിയതിന് ശേഷം അതെല്ലാം ഒരു വലിയ സീറോയാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക്, ദൈവത്തിൻ്റെ ധനത്തിലേക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക്, അതിൻ്റെ ആ ഒരു തിളച്ചുമറിയുന്ന ആ പല മേഖലകളുണ്ട് അതിനകത്ത്.
അതിലൂടെ നടത്തുവാൻ വേണ്ടിയിട്ട് കർത്താവ് കരം പിടിച്ച് കൊണ്ടുവന്നതായ ആ അനുഭവങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആ കാര്യപരിപാടി തികച്ചും വ്യത്യസ്തമാണ്. ഒരു മനുഷ്യന്റെയും ചിന്താഗതിക്കകത്ത്, ഒരു മനുഷ്യന്റെ ബുദ്ധിക്കകത്ത് തോന്നാത്ത വിധത്തിലുള്ള കാര്യപരിപാടികളാണ് ദൈവം ഓരോ വ്യക്തികളോടുള്ള ബന്ധത്തിലും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. നാട്ടില് കേവലം തുച്ഛമായ വരുമാനത്തില് ജീവിതം മാർഗമെന്ന നിലയിൽ ഒരു ജോലി ആരംഭിച്ചു. അവിടെ നിന്ന് പടിപടിയായി ബോംബെയിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ദൈവം കൊണ്ടുപോവുകയായിരുന്നു. യെഹെസ്കേലിനോട് ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ നിന്ന് അളക്കാൻ പറഞ്ഞു. സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു അനുഭവം പോലെ കേരളത്തിൽ നിന്ന് ചെറിയ തോതിൽ അളന്ന് അതിന്റെ ആഴങ്ങളിലേക്ക് പോയി. ദൈവം എല്ലാം നിലകളിലും മാനിച്ചു, ആദരിച്ചു, ദൈവം ഉയർത്തിക്കൊണ്ടുവന്നു. ഭൗമികമായും സാമ്പത്തികമായും അതുപോലെ പദവികളിലും ഒക്കെ കൊണ്ടുവന്നു. എന്നാൽ ആ ഇരുന്ന പദവികളെക്കാൾ ഉപരിയായി കൈകാര്യം ചെയ്തതായ ആ സ്ഥാനമാനങ്ങളെക്കാൾ ഉപരിയായി ശ്രേഷ്ഠകരമായ ഉന്നതമായ ഒരു പദവിയില് ദൈവം ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുക. അത് കർത്തൃ ശുശ്രൂഷ എന്നുള്ളതാണ്. കർത്താവിന്റെ ദാസനായിരിക്കുക എന്നുള്ളതാണ്. ആ ഒരു പദവി മാനുഷികമായി നോക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടതയും ഇല്ലായ്മയും ശൂന്യതകളും വല്ലായ്മകളും ഒക്കെ നിറഞ്ഞതായിരിക്കാം. അത് മനുഷ്യന്റെ കാഴ്ചപ്പാട്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഏറ്റവും ശ്രേഷ്ഠമായത് നമ്മുടെ കർത്താവ് സ്വർഗത്തിലെ സകല മഹിമകളും പിടിഞ്ഞ് ഏറ്റവും താണ ലോകത്ത് ഏറ്റവും എളിമ ധരിച്ച് കർത്താവ് വന്ന് ദാസരൂപമെടുത്തപ്പോൾ ഇല്ലാഞ്ഞിട്ടല്ല, ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെങ്കിൽ അതാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. എന്നാൽ മാനുഷിക കാഴ്ചപ്പാടിൽ ഇതൊക്കെ ഭോഷത്വമാണ്, തെറ്റായ തീരുമാനങ്ങളാണെന്നൊക്കെ ഒരു പക്ഷെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളൊക്കെ പറയുമായിരിക്കും. ഇത്രയും വലിയ പദവിയും ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത വ്യക്തി എന്തൊരു മണ്ടത്തരമാണ്, എന്ത് തെറ്റായ തീരുമാനമാണ് എടുത്തതെന്നൊക്കെ ഒരു പക്ഷെങ്കിൽ പറയുമായിരിക്കും. പൗലോസ് പറഞ്ഞതുപോലെ സകലവും ചപ്പും ചവറും എണ്ണി ക്രിസ്തുവിനോടുകൂടെയുള്ളതായ ആ കഷ്ടത, കർത്താവിന്റെ ക്രൂശ്, അതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് തിരഞ്ഞെടുത്ത് തിരിച്ചറിയുമ്പോൾ അതിലേക്കുള്ളതായ കാൽച്ചുവടുകൾ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും അഭിമാനകരമായ ഒരു അനുഭവം. സ്തോത്രം. പ്രിയ കർത്താവിന്റെ ദാസനെടുത്ത ആ തീരുമാനങ്ങൾ, ആമേനെ, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്ന ആ അനുഭവങ്ങൾ ഞാൻ ഓർക്കുകയായിരുന്നു. ഗൾഫിലായിരുന്നപ്പോൾ ആമേൻ ഒരു മുറിയിൽ പാർക്കുമ്പോൾ ആ മുറി പാർട്ടീഷൻ ചെയ്ത് വേറിട്ട ഒരു അനുഭവത്തിൽ ഇരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷെങ്കിൽ അതൊരു വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു. അടുത്ത മുറിയിൽ താമസിച്ച വ്യക്തിയെ തമ്പുരാൻ നേരത്തെ അവിടെ കരുതിയിരുന്നതാ. ഞാൻ ഓർത്തു പോവുകയായിരുന്നു, യോനായെ കപ്പലിൽ കൊണ്ടുപോയിട്ട് എടുത്ത് കടലിലിട്ടു. പക്ഷെ അതിനു മുന്നമേ ഒരു കടലാനെ അല്ലെങ്കിൽ ഒരു തിമിംഗലത്തെ ദൈവം തമ്പുരാൻ അവിടെ കരുതിയിരുന്നു. സ്തോത്രം. യോനായെ കൊല്ലാനല്ല, ആമേ, യോനായെ നശിപ്പിച്ച് മുക്കിക്കളയാനല്ല ദൈവം ആമേൻ അവിടെ കപ്പലിൽ കൊണ്ടുപോയത്. പകരം ആമേൻ യോനായുടെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. കപ്പലിലാണ് യാത്ര, സുഖകരമായ യാത്ര എല്ലാം ഉണ്ട്. പക്ഷെ ആ കൊണ്ടുപോയെടുത്തു നിന്ന് തിരിച്ച് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുവരാൻ വേണ്ടി ദൈവത്തിന്റെ കാര്യപരിപാടി പെട്ടതായിരുന്നത് കൊണ്ട് ദൈവം ഒരു കടലാനെ അവിടെ ഒരുക്കി യോനയെ എടുത്തിട്ടു. കൊണ്ടുപോകേണ്ടടുത്ത് എത്തിക്കേണ്ടുന്ന രീതിയിൽ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞപ്പോൾ യോനായ്ക്ക് പിന്നെ അവിടെ ഒന്നും പറയാൻ പറ്റില്ല, ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തേ മതിയാകുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു ക്രിസ്റ്റഫറിനെ ആ മുറിയിൽ കർത്താവോട് ഒരുക്കിയിരുന്നു. സ്തോത്രം. ആ ക്രിസ്റ്റഫർ കാര്യം വളരെ ഭംഗിയായിട്ട് അവിടെ കൈകാര്യം ചെയ്തു. ദൈവത്തിന് എത്ര മഹത്വം കൊടുത്താലും മതി വരികയില്ല ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾ. ഇന്നും അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇതുപോലെ അനേക ക്രിസ്റ്റഫർമാരെ പലയിടങ്ങളിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്, പല മുറികളിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്, പല വാഹനങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്, ജോലി ചെയ്യുന്ന കമ്പനികളിൽ ഒരുക്കിയിട്ടുണ്ട്, ബിസിനസ് സ്ഥാപനങ്ങളിൽ, ഓഫീസുകളിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ പലരും അവർക്ക് ചെവി കൊടുക്കാതെ തിരിഞ്ഞു പോകുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ കഴിയാതെ പോകുന്നു.
എന്നാൽ ആ ക്രിസ്റ്റഫറിനോടൊപ്പം മുട്ടുമടക്കിയ ഒരു ദൈവവൃത്തൻ എന്ന നിലയിൽ സ്തോത്രം, ഇന്ന് ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട അനേകർക്ക് വിടുതലിന് കാരണമായി തീർന്ന, അനേകരുടെ ഡെലിവറൻസിന് മുഖാന്തരമായി തീരുന്ന ഒരു സാക്ഷ്യം, ഒരു ജീവിതം ഇന്ന് നയിപ്പാൻ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ഒരു ഹീറോയിൽ നിന്ന് ഒരു സീറോയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ദൈവം നമ്മളെ പണിയുന്നത്. കാരണം ദൈവം തന്റെ മഹത്വം മറ്റൊരുത്തിനും കൊടുക്കുന്നില്ല. ദൈവത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി ദൈവദാസനെ, കുടുംബത്തെ ദൈവം തിരഞ്ഞെടുത്തു. ഇന്ന് അനേകരുടെ നടുവിൽ, മലയാളികളുടെയും ഹിന്ദിക്കാരുടെയും അതുപോലെ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിലും വിവിധ ഇടങ്ങളില് ഒരുപാട് മേഖലകളിൽ കർത്താവിന്റെ സ്നേഹത്തെ, ആ ക്രൂശിനെ ഉയർത്തി കാണിക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ശക്തമായി ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കുടുംബമായി കർത്തൃവേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവദാസനെയും കുടുംബത്തെയും പ്രവർത്തന മേഖലകളെയും കർത്താവ് വിശാലമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പ്രസ്താവിക്കുവാൻ വിലപ്പെട്ട സമയം വേർതിരിച്ച് അരോമ TV ശ്രോതാക്കളോടൊപ്പം കടന്നു വന്നതിന് കർത്താവ് ദാസനുള്ളതായ നന്ദി, സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് എത്രത്തോളം അനുഗ്രഹമായി തീർന്നുവെന്ന് അറിയുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ സാക്ഷ്യം ഷെയർ ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും അനേക പ്രാവശ്യം ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ പരമാവധി ആളുകൾക്ക് ഈ സാക്ഷ്യം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ. aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamari.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.